നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ ഭാവിയിൽ ആരെങ്കിലുമൊക്കെ ആയി മാറണമെന്ന്? ചിലപ്പോൾ ഒരു പാട്ടുകാരനായിരിക്കാം, അല്ലെങ്കിൽ സിനിമാ നടനായിരിക്കാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹം ഉണ്ടാവില്ലേ? എന്നിട്ട് ആ ആഗ്രഹത്തിന് പിന്നാലെ നിങ്ങൾ ഓടി നടക്കുന്ന നേരം നിങ്ങൾ മറ്റെന്തെങ്കിലും ആയി മാറിയാൽ എങ്ങനെ ഉണ്ടാകും? അതായത് നിങ്ങൾക്കൊരു ഡാൻസർ ആവണമെന്നാണ് ഏറ്റവും വലിയ ഇഷ്ടം, എന്നാൽ നിങ്ങൾ ആയി മാറുന്നതോ ഒരു ഡോക്ടർ. എന്തായാലും അതുപോലെയാണ് ഇന്നത്തെ സിനിമയിലെ നായകന് സംഭവിക്കുന്നത്. ഹീറോ എന്താവാനാണ് ആഗ്രഹിച്ചത്, എന്താണ് അവസാനമായി മാറുന്നത്, അതിനെക്കുറിച്ചൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ചിലപ്പോൾ തമ്മിലിൽ നിങ്ങളത് കണ്ടിരിക്കാം, അത് കാര്യം കണ്ട. എന്തായാലും വൺ ലൈനെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എന്തോ വൺ ലൈൻ എല്ലാവരും ഇഷ്ടപ്പെടാതിരിക്കുന്നത് പോലൊരു തോന്നല്. എന്തായാലും അത് കാര്യം കണ്ട, നമുക്ക് സിനിമയിലേക്ക് കടക്കാം. അതിന് മുന്നേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഞാനൊരു വീഡിയോയിൽ എൻ്റെ മൂക്കിൻ്റെ പാലത്തിന് ബെൻഡിൽ അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അതിനെക്കുറിച്ച് അറിയാവുന്നവർ കമൻറ്റിലൊന്ന് വന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് അതിനെക്കുറിച്ച് എല്ലാവരും കമൻറ്റ് ചെയ്തു. അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളെല്ലാം കമൻറ്റ് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. അതിലെനിക്ക് വലിയ സന്തോഷമുണ്ട്. എന്നാൽ അതുപോലെ എനിക്കൊരു സംശയം കൂടിയുണ്ട്. എൻ്റെ ബ്രദറിൻ്റെ മകന് ജനിച്ച സമയത്ത് അവന് നല്ലപോലെ ചെവിയെല്ലാം കേൾക്കാൻ പറ്റിയായിരുന്നു. എന്നാൽ ഇപ്പോൾ അവന് ചെറുതായി കേൾവിശക്തി കുറഞ്ഞു പോവുകയാണ്. അത് ഏറ്റവും കൂടുതൽ ഒരു ചെവിയെ മാത്രമാണ് ബാധിക്കുന്നത്. ഒരു ചെവിയുടെ കേൾവിയാണ് ഏറ്റവും കുറവായിട്ട് പോകുന്നത്. ഡോക്ടറെ കാണിച്ചപ്പോൾ എനിക്ക് തന്ന പോലെ തന്നെ മൂക്കിൽ സ്പ്രേ ചെയ്യാനായിട്ടുള്ള ഒരു സ്പ്രേ ആണ് തന്നത്. ഇപ്പോൾ 9 മാസമായി അത് യൂസ് ചെയ്യുന്നു. ഇപ്പോഴുള്ള കേൾവിശക്തി നിലനിർത്തി കൊണ്ടുപോകാനായി അതുകൊണ്ട് പറ്റുന്നുണ്ടെന്നല്ലാതെ അതിൽ കൂടുതൽ മാറ്റങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ല. ഒരു വർഷമായിട്ടും കേൾവിശക്തിക്ക് മാറ്റമൊന്നുമില്ലെങ്കിൽ സർജറി വേണ്ടി വരുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇതിനെക്കുറിച്ചാണ് ഞങ്ങൾക്കൊന്നും അറിയില്ല. ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഈ ഒരു അവസ്ഥയെക്കുറിച്ചും ഈ ഒരു സർജറിയെക്കുറിച്ചും കൂടുതൽ ആളുകളോടൊക്കെ സംസാരിച്ചപ്പോൾ ഇതിനെക്കുറിച്ച് അറിയുന്ന ആളുകൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു അറിവ് ഇതിനെക്കുറിച്ചില്ല. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് അറിയുന്നവർ മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്തിരുന്നെങ്കിൽ സമാധാനമായിരുന്നു. എന്തായാലും ഞാൻ നിങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നില്ല. എന്നാൽ പിന്നെ നമുക്ക് 2020 റിലീസ് ചെയ്ത ഹിറ്റ്മാൻ ഏജന്റ് ജൂൺ എന്ന സിനിമയുടെ കഥ കേൾക്കാം. സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഒരു കാർട്ടൂണാണ് കാണിക്കുന്നത്. കാർട്ടൂണെന്നും കോമിക് എന്നൊക്കെ പറയാം. സംഭവം എന്താന്ന് വെച്ചാൽ ഒരച്ഛനും അമ്മയും മകനും കൂടെ കാറിൽ നല്ല സന്തോഷത്തിൽ എങ്ങോട്ടോ യാത്ര ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പോകുന്ന വഴിയിൽ പെട്ടെന്നാണ് ഒരു വലിയ ട്രക്ക് അവരുടെ വണ്ടിയുടെ മുന്നിലേക്ക് വരിക. പിന്നെ എന്ത് സംഭവിച്ചെന്നറിയില്ല. എന്നാൽ കാറിൽ നിന്ന് അച്ഛൻ കണ്ണ് തുറന്ന് നോക്കുന്നേരം കാണുന്നത് അവരുടെ മകൻ ആ ട്രക്ക് തന്നെ പിടിച്ച് പൊന്തിച്ചിരിക്കുന്നതാണ്. അവൻ എന്തോ ഒരു സൂപ്പർ പവർ ഉണ്ട്. ഇതെല്ലാം ശരിക്കും എന്താന്ന് വെച്ചാൽ ഒരു പയ്യൻ വരയ്ക്കുന്ന ചിത്രങ്ങളാണ്. അവനിപ്പോൾ റൂമിൽ ഇരുന്ന് ഒറ്റയ്ക്കിരുന്ന് ചിത്രം വരയ്ക്കുകയാണ്. അവൻ്റെ പേരാണ് ജൂൺ. ഇതേ സമയം പുറത്ത് ഒരു NIS ഏജന്റിനോട് ഒരാൾ സംസാരിക്കുകയാണ്. NIS എന്ന് വെച്ചാൽ നാഷണൽ ഇന്റലിജൻസ് സർവീസ്. ചുരുക്കി പറഞ്ഞാൽ ഇപ്പം അയാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വലിയ പുള്ളിയോടാണ്. അങ്ങേരെ NIS ഏജന്റിനോട് അകത്തിരിക്കുന്ന ജൂണിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ജൂൺ ആള് ചെറുതാണെങ്കിലും അവൻ ചില്ലറക്കാരനല്ല. അവനെക്കാട്ടിയും വലിയ ക്ലാസ്സിലെ 9ാം ക്ലാസ്സിലെ 3 കുട്ടികളെ അവൻ ഒറ്റയ്ക്കിട്ട് ഇടിച്ചിട്ടുണ്ട്. വികൃതി കളിക്കുന്ന പയ്യന്മാർക്കൊക്കെ നല്ല ശിക്ഷ കൊടുക്കുന്ന സ്കൂളാണത്. എന്നാൽ ജൂണിന് അതൊന്നും പ്രശ്നമല്ല. അവൻ എല്ലാത്തിലും കയറി തലയങ്ങിടും. അവൻ്റെ അച്ഛൻ ഒരു ഒളിമ്പിക് തൈക്കാണ്ടോ അത്ലറ്റാണ്. അവൻ്റെ അമ്മയാണെങ്കിൽ ഒരു ഒളിമ്പിക് ജിംനാസ്റ്റും ആണ്. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒരു ട്രക്ക് ഇടിച്ചിട്ട് അവൻ്റെ അച്ഛനും അമ്മയും മരണപ്പെട്ടു. സത്യം പറഞ്ഞാൽ അവൻ അകത്തുനിന്ന് ഒരു കാർട്ടൂൺ വരയ്ക്കുന്നത് നമ്മൾ കണ്ടില്ലായിരുന്നോ? അത് ശരിക്കും അവൻ്റെ ജീവിതം തന്നെയാണ് അവൻ വരയ്ക്കുന്നത്. ആ ചിത്രത്തിൽ അവൻ ആ ട്രക്ക് എടുത്ത് ഉയർത്തിയിട്ടുണ്ടെങ്കിലും ശരിക്കും അവൻ അതിനൊന്നും പറ്റിയിട്ടില്ല. അവൻ്റെ അച്ഛനും അമ്മയും ആ ട്രക്ക് ഇടിച്ചിട്ട് മരണപ്പെടുകയാണ് ചെയ്തത്. എന്തായാലും ആ NIS ഏജന്റ് അങ്ങേര് ഒരു ചീഫാണ്. അങ്ങേര് ജൂണിനെ കാണാനായിട്ട് അവൻ്റെ അടുത്തേക്ക് ചെല്ലും. അങ്ങേരുടെ പരിപാടി എന്താന്ന് വെച്ചാൽ അനാഥരായിട്ടുള്ള കുട്ടികളെ രാജ്യത്തിന് വേണ്ടിയിട്ട് അവർക്ക് ട്രെയിനിങ് എല്ലാം കൊടുത്തിട്ട് മനുഷ്യ ആയുധങ്ങളാക്കി മാറ്റുക. അങ്ങനെ രാജ്യത്തിനെതിരായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും എതിരായിട്ട് അവരെ പ്രയോഗിക്കുക. അതാണ് അങ്ങേരുടെ ഉദ്ദേശം. എന്നാൽ ജൂണിന്റെ അടുത്ത് വന്ന് നീ എന്തിനാണ് ഇങ്ങനെ ചിത്രങ്ങൾ വരയ്ക്കുന്നത് ചോദിക്കുന്ന നേരം അവൻ പറയും, എനിക്ക് ഇതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇതുപോലെ ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ ഞാൻ എല്ലാം മറക്കും. എന്നാൽ ഏജന്റ് ചോദിക്കും, അതായത് ചീഫ് ചോദിക്കും, നിനക്ക് നിന്റെ അച്ഛനെ പോലെ നാടറിയുന്ന ഒരാളായി മാറണ്ടേ? അതിനവൻ പറയും, അതൊക്കെ വേണം, പക്ഷേ എനിക്ക് ഇതുപോലെ കാർട്ടൂണും ചിത്രങ്ങളൊക്കെ വരച്ചിട്ട് അറിയപ്പെടുന്ന ആളായാൽ മതി. അതാണെങ്കിൽ ആ ചീഫിന് ഇഷ്ടപ്പെട്ടില്ല. അവൻ്റെ പെൻസിൽ നുറുക്കി കളഞ്ഞുകൊണ്ട് പറയും, നീ ഇതുപോലെയുള്ള കാര്യങ്ങളല്ല ചെയ്യേണ്ടത്. ആണുങ്ങളായ അവർക്ക് വലിയ സ്വപ്നങ്ങൾ വേണം. അങ്ങനെ എന്തായാലും അങ്ങേര് ജൂണിനെ അവിടെ നിന്ന് കൊണ്ടുപോയി. പിന്നെ വർഷങ്ങൾക്ക് ശേഷമുള്ള ജൂണിനെയാണ് നമ്മൾ കാണുന്നത്. അവൻ എന്തോ ഒരു മിഷൻ ചെയ്യാനായി പോവാണ്. ആ ചീഫ് അവനെ ചെറുപ്പത്തിലേ കൊണ്ടുപോയതുകൊണ്ട് അവന് കഠിനമായിട്ടുള്ള ട്രെയിനിങ്ങുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവൻ്റെ മുന്നിൽ എത്ര ആളുകൾ വന്നാലും അവനതൊന്നും തീരെ ഒരു പ്രശ്നമുള്ള കാര്യമല്ല. അവനിപ്പോൾ എന്ത് മിഷനാണ് പോകുന്നതെന്ന് വെച്ചാൽ നാട്ടിൽ വലിയൊരു ഡ്രഗ് ഡീലർ ഉണ്ട്. അങ്ങയുടെ പേരാണ് ജയ്സീൻ. ആ ജയ്സീൻ്റെ അനിയനെ പിടിക്കാനാണ് പോകുന്നത്. അങ്ങനെ ആളുകളെല്ലാവരെയും അടിച്ചിട്ട് അവസാനം ജയ്സീൻ്റെ അനിയനെ പിടിക്കും. പിന്നെ നമ്മൾ കാണുന്നത് കൊറിയയുടെ ഭീകരവിരുദ്ധ സുരക്ഷാ ഏജൻസിയാണ്. അവിടെ ഇപ്പോൾ അവരെല്ലാവരും കൂടെ ജയ്സീനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അവരിപ്പോൾ പിടിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് ജയ്സീൻ്റെ അനിയനെയാണ്. ഇനി ജയ്സീനെ കൂടെ പിടിക്കണം. പണ്ട് ജൂൺ ജയ്സീനെ പിടിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ അന്നുണ്ടായ സംഘട്ടനത്തിൽ വലിയൊരു പൊട്ടിത്തെറിയിൽ ജയ്സീൻ മരിച്ചെന്നും വിചാരിച്ച് ജൂൺ തിരിച്ചു പോരാണ് ചെയ്തത്. എന്നാൽ പിന്നെയാണ് മനസ്സിലായത് അവൻ എങ്ങനെയോ അവിടെ നിന്നും രക്ഷപ്പെട്ടു. ചീഫ് ഇതിനെക്കുറിച്ചെല്ലാം സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന നേരം ജൂണാണെ തൊട്ട് പിന്നിൽ നിന്ന് ചീഫിന്റെ ചിത്രമാണ് വരയ്ക്കുന്നത്. ചീഫിന് 2 കൊമ്പും കൂടെ കൂട്ടി വരച്ചു
കൊടുക്കുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ ജൂണിന്റെ കാഴ്ചപ്പാടിൽ അങ്ങേര് നരകത്തിന്ന് വന്ന ട്രെയിനറാണ്. കാരണം അങ്ങേരുടെ ട്രെയിനിങ്സ് എല്ലാം വളരെ കടുപ്പമേറിയതാണ്. എന്തായാലും ഇപ്പോൾ ജെയ്സിന്റെ അനിയനെ പിടിച്ച് കൊണ്ടുവന്നതിൽ ജൂണിന് നല്ല പ്രശംസയൊക്കെ അവിടെ വെച്ച് കിട്ടുന്നുണ്ട്. അങ്ങനെ അന്ന് രാത്രി വീട്ടിൽ എത്തുന്ന ജൂണ് ഒറ്റയ്ക്കിരുന്ന് ചിത്രങ്ങളെല്ലാം വരയ്ക്കാണ്, കാർട്ടൂൺസ് എല്ലാം വരയ്ക്കാണ്. എന്നാൽ ഈ സമയത്താണ് ചീഫ് വിളിച്ച് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വരാൻ പറയുക. അവന് പോകാൻ വലിയ താല്പര്യമൊന്നുമില്ല, എന്നാൽ അവൻ പോവാണ്. അവിടെ ആ ക്രിമിനലിന്റെ അനിയനെ കസാരയിൽ കെട്ടിവെച്ചിട്ടുണ്ട്. അവൻ ഇനിയും കൂടുതൽ ബുദ്ധിമുട്ടൊന്നും നാട്ടുകാർക്ക് സൃഷ്ടിക്കാതിരിക്കാൻ അവനെ കൊല്ലാനായി പോവാണ്. എന്നാൽ അതിനു മുന്നേ ഇതെല്ലാം മറ്റൊരാൾ കൂടെ കാണിച്ചു കൊടുക്കണം. അതായത് ജൂണിനെ പോലെ തന്നെ ചെറുപ്പത്തിലേ കൊണ്ടുവന്ന മറ്റൊരു പയ്യനും കൂടി ഉണ്ട് അവിടെ. അവന്റെ പേരാണ് ലീ. അവൻ അങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ ജൂണിനെ കാണുമ്പോൾ വലിയ ബഹുമാനാണ്. ആ ലീക്ക് എങ്ങനെയും ജൂണിനെ പോലെ ആവണം എന്നാണ് വലിയ ആഗ്രഹം. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്ക് ആ ക്രിമിനലിന്റെ അനിയനെ ഷോക്ക് അടിപ്പിച്ച് കൊല്ലും. ഇനി അനിയനെ കാണാതായതിന്റെ പേരിൽ ജെയ്സീൻ എന്തായാലും അവനെ തെരഞ്ഞുകൊണ്ട് വരുന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവനെയും കൊല്ലണം. അതിനായി അന്ന് രാത്രി തന്നെ ജെയ്സീന്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത് ജൂണിനെ അങ്ങനെ കൊല്ലാനായിട്ട് പറഞ്ഞയക്കും. അവനങ്ങനെ ഹെലികോപ്റ്ററിൽ രാത്രി തന്നെ കൊടും മഴയത്ത് കടലിൽ കൂടെ യാത്ര ചെയ്യാണ്. കടലിൽ ഏതോ ഒരു ബോട്ടിലാണ് ആ പ്രാന്തിനിരിക്കുന്നത്. എന്തായാലും ആ ബോട്ടിനടുത്ത് എത്തുമ്പോഴേക്ക് ജൂൺ അവന്റെ ഒരു ചിത്രം തന്നെ ഒരു പേജിൽ വരയ്ക്കും. എന്നിട്ട് പൈലറ്റിനോട് പറയും, നമ്മളൊക്കെ എപ്പോഴാ മരിക്കാന്ന് പറയാൻ പറ്റില്ല, അതുകൊണ്ട് ഞാനെങ്ങാനും ഈ മിഷന്റെ അടുക്ക മരിച്ചാൽ എന്റെ ഈ ചിത്രം നീ എന്റെ ബോഡിയുടെ മേലെ, എന്റെ പെട്ടിയുടെ മേലെ വെക്കണം. അങ്ങനെ ഒരു സലാമും പറഞ്ഞുകൊണ്ട് അവൻ ഹെലികോപ്റ്ററിൽ നിന്ന് എടുത്ത് ചാടും. നല്ല കുറ്റിരുട്ടില്, നല്ല കൊടും മഴയത്ത്, കൊടും കാറ്റില് കടലെല്ലാം ആടി മറിയുന്നതിന്റെ ഇടയിലാണ് അവൻ താഴേക്ക് ചാടുന്നത്. എന്നാൽ താഴേക്ക് പോകുമ്പോഴാണ് മനസ്സിലാവുന്നത് അവന്റെ പേരച്ചൂട്ട് വർക്ക് ചെയ്യുന്നില്ല. അവൻ എങ്ങനെയൊക്കെ നോക്കിയിട്ടും പേരച്ചൂട്ട് വർക്ക് ചെയ്യുന്നില്ല. അവൻ ആവുന്ന പോലെ എല്ലാം നോക്കി, പക്ഷെ അവസാനം അവൻ ആ വെള്ളത്തിലേക്ക്, കടലിലേക്ക് പതിക്കുകയാണ് ചെയ്തത്. അങ്ങനെ വിവരം നമ്മുടെ ചീഫ് എല്ലാം അറിഞ്ഞു. അവരെല്ലാവരും അവന്റെ ബോഡി കണ്ടുപിടിക്കാനായിട്ട് എത്രയോ ശ്രമിച്ചെങ്കിലും ആ ബോഡി കണ്ടുപിടിക്കാനായി പറ്റിയില്ല. അതുകൊണ്ട് വേറൊരു വഴിയില്ലാത്തതുകൊണ്ട് അവൻ മരിച്ചതായിട്ട് പ്രഖ്യാപിച്ചു. ചീഫിനും നമ്മുടെ കുട്ടി ലീഗും അതൊന്നും തീരെ സഹിക്കില്ല. എന്നാലും എന്ത് ചെയ്യാനാ, വേറെ വഴിയൊന്നുമില്ലല്ലോ. എന്നാൽ ഈ സമയം ജൂണാകട്ടെ കടലിൽ കൂടെ കരയും തെരഞ്ഞങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുക. അവന്റെ മുഖത്താണെങ്കിൽ വേറെ ഭയമൊന്നുമില്ല. അവൻ ആകെ സന്തോഷത്തിലാണ്. അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം, അവന്റെ ഏറ്റവും വലിയ ഇഷ്ടം അവനൊരു കാർട്ടൂൺ വരക്കാരനായി മാറണം എന്നാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ സ്പൈ ആയിട്ട് കൂടുതൽ കാലം ജോലി ചെയ്യാനായി നിന്നാൽ അവൻ അതിനൊന്നും പറ്റില്ല. അതുകൊണ്ട് അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാനായി അവൻ ചെയ്തൊരു നാടകമാണിത്. ഇപ്പൊ കൊറിയൻ ഗവൺമെന്റ് അവൻ മരിച്ചതാണെന്ന് സ്ഥിരീകരിച്ചുകൊണ്ട് തന്നെ അവന് സമാധാനമായിട്ട് മറ്റൊരു സ്ഥലത്ത് അവന്റെ ആഗ്രഹങ്ങൾക്ക് പിന്നാലെ ജീവിക്കാലോ. അങ്ങനെ ഇപ്പൊ 15 വർഷങ്ങൾ കഴിഞ്ഞു. നമ്മുടെ ജൂണാകട്ടെ ഒരു വീട്ടില് പെൻസിൽ അങ്ങനെ കൂർപ്പിച്ചിരിക്കുകയാണ്. അവനിപ്പോ അവന്റെ ഇഷ്ട ജോലിയായിട്ടുള്ള കാർട്ടൂൺ വരയ്ക്കുന്ന ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ വരക്കാരനാവണം എന്ന് പറഞ്ഞ വലിയ സന്തോഷമൊന്നും അവന്റെ മുഖത്ത് കാണാനില്ല. ഈ സമയത്താണ് അവൻ ജോലി ചെയ്യുന്ന ഏജൻസിയിൽ നിന്ന് അവന്റെ മുതലാളി അവനെ വിളിക്കുന്നത്. എടാ, ഇന്നെങ്കിലും കറക്റ്റ് സമയത്ത് കോമിക് അപ്ലോഡ് ചെയ്യണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞല്ലേ, ഇനിയെങ്കിലും അതൊന്നും എനിക്ക് അയച്ചെന്നൂടെ? അതിന് ലീ പറയും, അതിന്റെ ക്ലൈമാക്സ് ഞാൻ ഇതുവരെ വരച്ചു കഴിഞ്ഞിട്ടില്ല, പെട്ടെന്ന് തന്നെ വരച്ചിട്ട് അതിന്റെ കഥ എഴുതിയിട്ട് പെട്ടെന്ന് തന്നെ അയച്ചുതരാം. എനിക്കുണ്ട് ഇതുപോലെ ഒരു ബഡ്ഡി. അവൻ എന്തെങ്കിലും ജോലി ചെയ്യാനായി കൊടുത്താൽ ക്രിസ്റ്റഫർ നോളൻ കഥ എഴുതാൻ ഇരിക്കുന്ന പോലെയാണ്. ഇന്നോ നാളെയോ അത് നമ്മുടെ കയ്യിലേക്ക് കിട്ടുമെന്ന് വിചാരിച്ചാൽ അത് കിട്ടില്ല. അതങ്ങനെ ആണ്ടുകൾ കഴിയും. എന്തായാലും മുതലാളി പറയും, നീ ഇന്ന് എനിക്ക് അത് അയച്ചു തന്നില്ലെങ്കിൽ നിന്റെ സാലറി ഞാൻ കട്ട് ചെയ്യും. അതിന് ജൂണ് പറയും, ആകെ സാലറി എന്ന് പറയാൻ എന്തോ ഒരിത്തിരിയാണ് കിട്ടുന്നത്, അതുകൂടെ കട്ട് ചെയ്യാന്ന് നിങ്ങൾ പറഞ്ഞാലോ. അങ്ങനെ എങ്ങനെയൊക്കെയോ അങ്ങേരെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുമ്പോഴാണ് ഭാര്യ ഒന്ന് തലക്കിട്ടൊരു കൊട്ടുടുക്കുന്നത്. അപ്പോഴാണ് മനസ്സിലാവുക ജൂണിന് ഭാര്യയുണ്ട്. ഭാര്യ മാത്രമല്ല, ഒരു മകൾ കൂടിയുണ്ട്. കെട്ടിയോൾ കറണ്ട് ബില്ല് അടയ്ക്കാനും അങ്ങനെ ഇങ്ങനെയായിട്ട് കുറച്ച് കാശ് ജൂണിന്റെ കൈ കൊടുത്തിരുന്നു. എന്നാൽ അതൊന്നും ഇതുവരെ അടച്ചിട്ടില്ല. അതിന്റെ പേരിലാണ് അവൾ ചീത്ത പറയാ. എന്റെ കുഞ്ഞാവേ, ഞാൻ അതെല്ലാം ശരിയാക്കി തരാം. ഞാൻ ഇപ്പൊ ഈ കോമിക് ഒന്ന് വരച്ച് അയച്ചു കൊടുത്തോട്ടെ. അങ്ങനെ അവളെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലായിക്കൊണ്ടിരിക്കുന്ന നേരം ജൂൺ ഒന്നുകൂടെ ചോദിക്കും, കുറച്ചുകൂടെ കാശിന്റെ ആവശ്യമുണ്ട്. വീട്ടിലേക്ക് സാധനങ്ങളൊന്നും വാങ്ങാനുള്ളത് ഇതുവരെ ആയിട്ടില്ല. സത്യം പറഞ്ഞാൽ വീട്ടിൽ പാചകമെല്ലാം ചെയ്യുന്നത് ജൂണാണ്. കെട്ടിയോളാണെങ്കിൽ സാധനങ്ങൾ വാങ്ങാനുള്ള കാശെല്ലാം കൈ കൊടുക്കുകയും ചെയ്യും. കൂടെ തന്നെ മകളെ സ്കൂളിലേക്ക് പറഞ്ഞു വിടാനും പറഞ്ഞാണ് അവള് പോവുക. പെട്ടെന്ന് തന്നെ മകളെ വിളിക്കാനായി ചെല്ലുന്ന നേരം അവളോട് ഒരു ചവിട്ട് കൂടെ കിട്ടും. എന്തായാലും ഭക്ഷണമെല്ലാം പാകം ചെയ്ത് അവൾക്ക് കഴിക്കാൻ കൊടുക്കുന്ന നേരം അവളോട് പറയും, രാത്രി പാട്ട് എഴുതുന്നതൊക്കെ കുറച്ചുകൂടെ നേരത്തെ ആയിക്കൂടെ? അങ്ങനെയാണ് നിനക്ക് നേരത്തെ എഴുന്നേറ്റ് സ്കൂളിൽ പോകാം. അതിന് അവള് പറയും, അപ്പനും അതുപോലെയൊക്കെ തന്നെയല്ലേ ജോലി ചെയ്യാറ്, പിന്നെ എന്താ എനിക്ക് ചെയ്താ? സത്യം പറഞ്ഞാൽ അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം അവൾക്കൊരു റാപ്പ് സിംഗർ ആവണമെന്നാണ്. അതിനായിട്ട് അവൾ കുറെ കഷ്ടപ്പെടുന്നുണ്ട്. എന്തായാലും അവളെ സ്കൂളിൽ പറഞ്ഞു വിട്ട് വീട്ടിൽ നിന്ന് സിഗരറ്റ് വലിച്ച ഭാര്യ ചീത്ത പറയുന്നതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് തല തിരിഞ്ഞ് തൂങ്ങി നിന്ന് സിഗരറ്റും വലിച്ചോണ്ട് എങ്ങനെയാണ് നല്ലൊരു ക്ലൈമാക്സ് ഉണ്ടാക്കാന്ന് ചിന്തിക്കുകയാണ്. അയലത്തെ ആന്റി ഹീറോയെ കണ്ട് ഞെട്ടുന്നേരാണ് നല്ലൊരു ഐഡിയ കിട്ടുക. പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേറ്റ് കോമിക്കിന്റെ ബാക്കിയെല്ലാം എഴുതിയിട്ട് അങ്ങോട്ട് വരച്ചയക്കും. ഈ കോമിക് എല്ലാം പബ്ലിഷ് ചെയ്യ പുസ്തകത്തിലല്ല, ഇതെല്ലാം ഇന്റർനെറ്റിലാണ് അപ്ലോഡ് ചെയ്യുക. അതായത് ഇതൊരു വെബ് ടൂൺ ആണ്. അതായത് എല്ലാ ആഴ്ചയും നമ്മൾ ബാലരമയിൽ സൂത്രനും ഷേരുവും എല്ലാം വായിക്കാറില്ലേ, ആ സൂത്രനും ഷേരുവും എല്ലാ ആഴ്ചയും ഫോണിൽ പബ്ലിഷ് ചെയ്താൽ എങ്ങനെ ഉണ്ടാകും? അതിനെയാണ് വെബ് ടൂൺ എന്ന് പറയാ. എന്തായാലും ഇത് അയച്ചു കൊടുക്കുന്നവരാണ് ഹീറോക്ക് സമാധാനമാവുക. അങ്ങനെ വീട്ടിലുള്ള ജോലികളെല്ലാം മെല്ലെ മെല്ലെ എടുത്തു തുടങ്ങും. ക്ലീനിങ്
കംപ്ലൈൻറ്റ് ചെയ്യാനെല്ലാം തുടങ്ങും. ഈ സമയമാണ് സിറ്റിയിൽ നടന്ന ഒരു കൊലപാതകത്തെക്കുറിച്ച് ടി വിയിൽ പറയുന്നത്. ഒരാളുടെ 2 കണ്ണും ചൂഴ്ന്നെടുത്ത് കൊന്നിട്ട് ആരോ അദ്ദേഹത്തെ കടൽ തീരത്ത് കൊണ്ടിട്ടിരിക്കുക. ഇതെല്ലാം കാണുമ്പോൾ തന്നെ മകളുടെ കാര്യം ചിന്തിച്ച് ഹീറോക്ക് വലിയ പേടിയാകും. എന്തായാലും കുറച്ച് കഴിയുമ്പോൾ തന്നെ ഹീറോയുടെ കോമിക്ക് പബ്ലിഷ് ചെയ്തു. ഹാവു, കമന്റ് ബോക്സിൽ ആളുകൾ എന്തൊക്കെയാണ് അഭിപ്രായം പറയുന്നതെന്ന് കേൾക്കാനായി ഹീറോ ഓടിച്ചെന്ന് കമന്റ് ബോക്സ് വായിച്ചു നോക്കുമ്പോഴാണ് മനസ്സിലാവുക നല്ല മോശം അഭിപ്രായമാണ് എല്ലാവർക്കും. ഈ പ്രാന്തന്റെ കോമിക്ക് എന്നേലുമൊക്കെ നന്നാവുമെന്ന് വിചാരിച്ചാണ് ഞാൻ എൻ്റെ ഇന്റർനെറ്റും പാഴാക്കി ഏത് സമയത്തും ഇത് വായിക്കുന്നത്. എന്നിട്ടും ഈ പ്രാന്തം നല്ലപോലെ ഒന്നും എഴുതുന്നില്ലെങ്കിലോ. മറ്റൊരാൾ പറയാണ് എൻ്റെ ഇല്ലാണ്ടാക്കി ഇന്റർനെറ്റ് തിരിച്ചു കേടാന്നൊക്കെ. ഇതിന്റെ ഇടയിൽ ഹീറോ നല്ലൊരു കമന്റ് കിടക്കട്ടെ എന്ന് വിചാരിച്ച് സ്വന്തമായിട്ട് തന്നെ ഒരു കമന്റ് എഴുതും. ഈ കമന്റ് ബോക്സിലുള്ള ആളുകൾ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഈ കോമിക്ക് എഴുതിയ ആൾ അടിപൊളിയാ, നല്ല കോമിക്ക്. എന്നാൽ അപ്പം തന്നെ ആ കമന്റിനും റിപ്ലൈ വരും, എടാ തെണ്ടി നീയല്ലടാ ഈ കോമിക്ക് എഴുതിയേ, അല്ലാതെ നീയല്ലാതെ വേറെ ആരാടാ ഇതിന് നല്ല പറയാ. ഇതെല്ലാം കാണുന്ന ഹീറോ വിചാരിക്കും മോശം കമന്റ് ഇടുന്ന ആളുകളുടെ എല്ലാവരുടെയും IP അഡ്രസ് കണ്ടുപിടിച്ച് അവരുടെ വീട്ടിൽ ചെന്ന് എല്ലാത്തിനെയും തട്ടിയാലോ അത്. അങ്ങനെ അന്ന് വൈകുന്നേരം സാധനങ്ങളെല്ലാം വാങ്ങി വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴിയാണ് മകൾ സ്കൂൾ വിട്ട് വരുന്ന കാണുക. അവളാണെ പാട്ടും കേട്ട് ബോധമൊന്നും ഇല്ലാതെയാണ് റോട്ടിൽ കൂടെ നടക്കുക. എന്തായാലും ഹീറോ അവളെയും പിടിച്ചോണ്ട് ഒരു പാർക്കിൽ ചെന്ന് അവളോട് ചോദിക്കും, നീ എൻ്റെ കോമിക്ക് വായിച്ചിരുന്നോ, നിനക്ക് എന്താണ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം? അവൾ പറയും, സത്യം പറഞ്ഞാൽ നിങ്ങളുടെ കോമിക്ക് അത്ര അങ്ങ് പോരാ, നിങ്ങൾ ഒന്നുകൂടെ ശരിയാക്കി എഴുതിയാൽ കൊള്ളാന്നുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ കഥ തന്നെ കോമിക്കായിട്ട് എഴുതിക്കൂടെ. മകളുടെ വിചാരം ഹീറോയുടെ ജീവിതം ഒരു സാധാരണ ജീവിതം പോലെ ആയിരിക്കും എന്നാണ്. പക്ഷെ അവൾക്കറിയില്ല ഹീറോ പണ്ടൊരു ഏജന്റ് ആയിരുന്നു, ഹീറോ ഇങ്ങനെയെല്ലാം രക്ഷപ്പെട്ടാണ് ഇങ്ങോട്ട് വന്നതെന്നൊന്നും അവൾക്കറിയില്ല. അവൾ പറയും, റാപ്പ് സിംഗേഴ്സിനായി ഷോ മീ ദ മണി എന്നുള്ളൊരു പ്രോഗ്രാം ഉണ്ട്. ആ പ്രോഗ്രാമിൽ റാപ്പ് പാടാനായി വരുന്ന ആളുകളെല്ലാവരും അവരുടെ ജീവിതം തന്നെയാണ് പാട്ടാക്കി പാടുക. അതുപോലെ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്കൊരു കോമിക്കാക്കിയിട്ട് ഇറക്കിക്കൂടെ. അത് കേൾക്കുന്ന ഹീറോ വിചാരിക്കും, എൻ്റെ ജീവിതം എങ്ങാനും കോമിക്കാക്കിയാൽ ഈ കൊറിയ തന്നെ തല കീഴ മറിയും. വീട്ടിലേക്ക് പോകാൻ നേരം അവളച്ഛനോട് പറയും, ഹീറോയോട് പറയും, നിങ്ങൾ കമന്റ് ബോക്സ് ഒന്നും തുറന്നു നോക്കണ്ട, ചിലപ്പോൾ നിങ്ങൾ മാനസികമായി തളർന്നു പോയെന്ന് വരാം. ഇതേ സമയത്താണ് ഹീറോയെ മുതലാളി വിളിക്കുന്നത്. അങ്ങേര് പറയുന്നത് ഹീറോ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന കോമിക്കിന്റെ സീരീസ് അടുത്ത എപ്പിസോഡിൽ അവസാനിപ്പിക്കണമെന്നാണ്. കാരണം ആ ഒരു കോമിക് സ്റ്റോറി ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. ഹീറോ ആണ് അങ്ങേരോട് നിങ്ങൾ അങ്ങനെയൊന്നും സംസാരിക്കല്ലേ എന്ന് പറയുന്നുണ്ടെങ്കിലും അങ്ങേരത് കൂടുതൽ കാര്യമാക്കില്ല. അങ്ങനെ അവിടുന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്നത് പിറ്റേ ദിവസം തന്നെ ഹീറോ ജോലി ചെയ്യാനായിട്ട് ഒരു സൈറ്റിലേക്ക് വന്നിരിക്കുന്നതാണ്. ഹീറോയുടെ കയ്യിൽ കോമിക്ക് എഴുതിയിട്ട് കൂടുതൽ കാശൊന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ ഇപ്പൊ ജോലിയും എടുക്കാനായിട്ട് പോകാറുണ്ട്. എന്നാൽ മകളോടോ ഭാര്യയോടോ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും ഹീറോ സംസാരിച്ചിട്ടില്ല. അപ്പോഴാണ് അങ്ങോട്ട് സൂപ്പർവൈസർ വന്ന് ഹീറോയോട് പറയാ, നീ എന്താടാ അനങ്ങി ജോലി ചെയ്യാത്തെ, ഇവിടേക്ക് ജോലിക്ക് കയറാൻ വന്നപ്പോൾ നീ ആനയെ പൊക്കി കുതിരയെ പൊക്കി എന്നൊക്കെ അല്ലായിരുന്നു എന്നോ പറഞ്ഞിരുന്നത്, എന്നിട്ട് അതിനൊന്നും നിനക്ക് പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വായിൽ വെള്ളമാക്കിയിട്ട് അവന്റെ മേലേക്ക് തുപ്പിയിട്ടാണ് അങ്ങേര് അവിടുന്ന് പോവുക. അങ്ങേർക്കിട്ട് 2 പൊട്ടിക്കണം എന്ന് ജൂണിന് വലിയ ആഗ്രഹം ഉണ്ടെങ്കിലും അങ്ങേരുടെ അടുത്തേക്ക് ചെല്ലുന്ന നേരം 2 ഡാൻസിൽ അതങ്ങ് ഒതുക്കും. അന്ന് രാത്രി ഹീറോ ടിവിയിൽ കാണുന്നത് ഹീറോയെ പോലെ തന്നെ കോമിക് എഴുതുന്ന ഒരാള് കോമിക് എഴുതി അതെല്ലാം ഹിറ്റാക്കിയിട്ട് സ്വന്തമായിട്ട് ഒരു കാറ് വാങ്ങി, വീട് വാങ്ങി, അമ്മക്കായിട്ട് വലിയൊരു ബംഗ്ലാവ് വാങ്ങി, ഇപ്പൊ സന്തോഷമായിട്ട് ഒരു പേടിയും ഇല്ലാതെയാണ് ജീവിക്കുന്നതെന്നെല്ലാം പറയുന്ന ഒരു ഇന്റർവ്യൂ ആണ്. ഇത് കേൾക്കുന്ന ഹീറോ വിചാരിക്കും, നമ്മളൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടും മകൾക്കൊരു പിയാനോ വാങ്ങിച്ചു കൊടുക്കാൻ പോലും പറ്റുന്നില്ലല്ലോ എന്ന്. മകൾക്ക് റാപ്പ് സോങ്ങിനോടെല്ലാം വലിയ താല്പര്യം ആയതുകൊണ്ട് തന്നെ എത്രയോ കാലമായി എനിക്കൊരു പിയാനോ വാങ്ങിച്ചു തരുമോ എന്ന് ഹീറോയോട് ചോദിക്കുന്നത്. എന്നാൽ അതിനുള്ള കാശ് ഹീറോയുടെ കയ്യിൽ ഇത്രയും കാലമായിട്ട് ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇതെല്ലാം ചിന്തിച്ച് മദ്യപിച്ചിരിക്കുമ്പോഴാണ് മകള് പറഞ്ഞ വാക്ക് മനസ്സിലേക്ക് വരിക, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ജീവിതം തന്നെ കോമിക്കായിട്ട് എഴുതിക്കൂടെ, ചിലപ്പോൾ ഹിറ്റായാലോ എന്ന്. ഇത് മനസ്സിലേക്ക് എത്തുമ്പോൾ തന്നെ ഹീറോ സ്വന്തം ജീവിതം കോമിക്കായി എഴുതാനായി തീരുമാനിക്കും. പെട്ടെന്ന് തന്നെ റൂമിലേക്ക് ചെന്ന് അതിനുള്ള ഒരുക്കങ്ങളെല്ലാം തുടങ്ങി. പണ്ട് ചീഫ് വന്ന് ഹീറോയെ കൊണ്ടുപോയ അന്നു മുതലുള്ള കാര്യങ്ങളാണ് ഹീറോ കോമിക്കായിട്ട് വരയ്ക്കുന്നത്. ഹീറോയെ പോലെ തന്നെ വേറെയും കുറച്ച് കുട്ടികളുണ്ടായിരുന്നു. അവർക്കെല്ലാവർക്കും നല്ല കടുത്ത പരിശീലനം തന്നെയായിരുന്നു ചീഫ് കൊടുത്തിരുന്നത്. അതുകൊണ്ട് ഈ കോമിക്കിൽ ചീഫിന് ഇട്ടുകൊടുക്കുന്ന പേര് നരകത്തിന്ന് വന്ന ട്രെയിനർ എന്നാണ്. കൊറിയക്കായി ഒരു ഷീൽഡ് ടീമിനെ ഉണ്ടാക്കാനാണ് ചീഫ് വിചാരിച്ചത്. അതുകൊണ്ട് തന്നെ ഈ കാര്യം വളരെ രഹസ്യമാണ്. അതുകൊണ്ട് തന്നെ അങ്ങേര് കൊണ്ടുവന്ന കുട്ടികളെല്ലാം അനാഥരായിട്ടുള്ള കുട്ടികളായിരുന്നു. അങ്ങനെ ട്രെയിനിങ് കൊടുത്ത് അവസാനത്തെ കടമ്പയായി ഹീറോയെ കുറച്ച് ആളുകളുടെ മുന്നിലേക്ക് ഇറക്കി വിടുകയാണ് ചെയ്തത്. അവരെല്ലാവരെയും ഹീറോ അടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി വരണം. എന്നാൽ അന്ന് ആ റൂമിൽ വെച്ച് അവരെ എല്ലാവരെയും ഹീറോ എന്ത് ചെയ്തു എന്ന് എത്രയൊക്കെ ചിന്തിച്ചിട്ടും മനസ്സിലേക്ക് വരുന്നില്ല. അതുകൊണ്ട് തന്നെ റൂമിൽ നിന്ന് ഒരു ആക്ഷൻ ഹീറോ ചെയ്തു നോക്കും. അന്ന് എന്തൊക്കെയാണ് ചെയ്തതെന്ന് മനസ്സിലാകാനായി അതെല്ലാം ചെയ്തു നോക്കുമ്പോഴാണ് എല്ലാം മനസ്സിലേക്ക് എത്തുക. അന്ന് ഹീറോ ചീഫ് വിചാരിച്ചതിലും വളരെ മനോഹരമായി റൂമിലുണ്ടായിരുന്ന ആളുകളെ എല്ലാവരെയും അടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി വരികയാണ് ചെയ്തത്. അതോടുകൂടെ ഷീൽഡ് ടീമിന്റെ ഏറ്റവും മികച്ച പോരാളിയായിട്ട് ഹീറോ മാറുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഹീറോക്ക് ഹിറ്റ്മാൻ ഏജന്റ് ജൂൺ എന്നുള്ള പേര് വരുന്നത്. പിന്നെ നമ്മൾ കാണുന്നത് വെള്ളമെല്ലാം അടിച്ച് ബോധം പോയിട്ട് പിറ്റേന്ന് രാവിലെ നേരം വൈകി എഴുന്നേറ്റ് വരുന്ന ഹീറോയാണ്. അടുക്കളയിലേക്ക് ചെല്ലുന്ന നേരം ഭാര്യയാണ് ഇന്ന് ഭക്ഷണം എല്ലാം ഉണ്ടാക്കുന്നത്. അവളാണെ തലേന്ന് ചീത്ത പറഞ്ഞതിനെല്ലാം സോറിയും പറഞ്ഞുകൊണ്ട് ഭക്ഷണം എല്ലാം ഹീറോയുടെ വായിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇതെന്തൊക്കെയാണ് ഒറ്റ ദിവസം കൊണ്ട് സംഭവിച്ചതെന്ന് നമ്മുടെ മനസ്സിലാവില്ല. അപ്പോഴാണ് ഭാര്യ പറയാ, നിങ്ങൾ പുതുതായിട്ട് വരച്ച കോമിക്ക് അതിനെക്കുറിച്ച് എല്ലാവരും നല്ല അഭിപ്രായമാണല്ലോ, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ ഒരു ബുദ്ധി നേരത്തെ തോന്നിയില്ല? ഇത് കേൾക്കുന്ന ഹീറോ ഞാൻ വരച്ച ഏത് കോമിക്കെന്ന് ചോദിക്കും. അപ്പോഴാണ് ഭാര്യ കാണിച്ചു കൊടുക്കുക, ഹീറോ തലേന്ന് രാത്രി സ്വന്തം കഥ തന്നെ, സ്വന്തം ജീവിതകഥ തന്നെ കോമിക്കാക്കി വരച്ചില്ലായിരുന്നോ, അതുണ്ട് ഹീറോയുടെ ഏജൻസിയുടെ സൈറ്റിൽ ഇപ്പൊ അപ്ലോഡ് ആയിരിക്കുന്നത്. ഇതാരാണ് ഏജൻസിക്ക് അയച്ചു കൊടുത്തതെന്ന് മനസ്സിലാവാതെ ഹീറോ പെട്ടെന്ന് തന്നെ റൂമിലേക്ക് ഓടിച്ചെന്ന് നോക്കും.
എന്നാൽ തൊട്ടു പിന്നാലെ വരുന്ന ഭാര്യ എപ്പോഴാണ് പറയാ, നിങ്ങൾ രാവിലെ എഴുന്നേൽക്കാനായി നേരം വൈകിയത് കണ്ട് ഞാൻ തന്നെയാണ് അവർക്ക് അയച്ചു കൊടുത്തത്. നീ എന്തിനാടി ഇമാതിരി സഹായമൊക്കെ എനിക്ക് ചെയ്യുന്നത്? ഇത്രയും കാലം നീ ഇങ്ങനെയൊന്നും ചെയ്തില്ലായിരുന്നല്ലോ എന്ന് ചോദിക്കുന്ന നേരം ഭാര്യ പറയും, എന്തായാലും ചെയ്തതുകൊണ്ട് നന്നായില്ലേ, നല്ല നല്ല കമന്റ്സ് ആണ് ഇപ്പൊ എല്ലാം വരുന്നത്. പെട്ടെന്ന് തന്നെ ഹീറോ ഏജൻസിയിലെ മുതലാളിയോട് ചെന്ന് പറയും, ഞാൻ ഇന്നലെ രാത്രി വെള്ളമടിച്ച് ലെക്ക് കെട്ട അവസ്ഥയിൽ വരച്ച കോമിക്കാണിത്. ഇന്ന് രാവിലെ ആണെങ്കിൽ ഭാര്യയാണ് ഇത് അയച്ചെന്ന്. ഇതൊരിക്കലും അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത കോമിക്കാന്ന് പറയുന്ന നേരം മുതലാളി ചോദിക്കും, അതെന്താ അങ്ങനെ ഒരു കോമിക്ക്? ഇത്രയും കാലത്തിന് ശേഷം ഇപ്പോഴാണ് നല്ല നല്ല വാർത്തയെല്ലാം ഞാൻ കേൾക്കുന്നത്. അതെന്തായാലും ഞാൻ പിൻവലിക്കുമെന്ന് നീ വിചാരിക്കേണ്ട. നീ എന്തായാലും ഒരു കാര്യം ചെയ്യ്, ഇതിന്റെ രണ്ടാമത്തെ പാർട്ട് എപ്പിസോഡ് 2 പോയിട്ട് വരയ്ക്കി. അങ്ങനെ വേറൊരു വഴിയുമില്ലാതെ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് നല്ല മഴ പെയ്യുന്നത്. എന്നാൽ ഈ അവസ്ഥയിൽ മകളെ പോയിട്ട് സ്കൂളിൽ നിന്ന് കൊണ്ടുവരണം. അങ്ങനെ മകളെ കൂട്ടാനായി സ്കൂളിലേക്ക് ചെല്ലുന്ന നേരം മകളാണെങ്കിൽ കൂട്ടുകാരിയുടെ കൂടെ കുടയിൽ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരും. എന്നാൽ ഹീറോ കുടയായിട്ട് പുറത്ത് വന്ന് കാത്തുക്കുന്ന അവൾ കണ്ടില്ല. കൂട്ടുകാരി പറയും, നിന്റെ അച്ഛൻ ഇന്ന് നിന്നെ കൂട്ടാനായി വന്നിട്ടില്ലല്ലോ, സാധാരണ ഈ സമയത്തല്ല അങ്ങേര് വരേണ്ടതല്ലേ. എന്തായാലും നീ ഒരു കാര്യം ചെയ്യ്, നീ എൻ്റെ കൂടെ എൻ്റെ വീട്ടിലേക്ക് വാ, എൻ്റെ അച്ഛൻ എനിക്കായിട്ടൊരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട്, നമുക്ക് ഒരുമിച്ച് അത് പൊളിച്ചു നോക്കാം. അങ്ങനെ മകള് കൂട്ടുകാരിയുടെ കൂടെ അവളുടെ വീട്ടിലേക്ക് ചെല്ലും. ഹീറോ ആണെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതലൊന്നും മകളോട് സംസാരിക്കാനും നിന്നില്ല. അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന നേരം മനസ്സിൽ മൊത്തം വേദനയാണ്. വീട്ടിലെത്തുന്ന നേരം ജനലൊന്നും അടയ്ക്കാത്തതുകൊണ്ട് മഴവെള്ളമെല്ലാം അകത്തേക്ക് വന്നുകൊണ്ടിരിക്കുക. പെട്ടെന്ന് തന്നെ ജനലെല്ലാം അടച്ചോണ്ടിരിക്കുമ്പോഴാണ് മകളുടെ ഒരു പുസ്തകം കിട്ടുക. അതിലവൾ സ്വന്തം ജീവിതം തന്നെ റാപ്പ് മ്യൂസിക് ആയിട്ട് എഴുതിയിട്ടുണ്ട്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്, പണമാണ് ലോകത്തിലെ ഏറ്റവും വലുത്, അതില്ലെങ്കിൽ പിന്നെ നല്ലപോലെ ജീവിക്കാൻ പറ്റില്ല. അതിന്റെ പേര് വീട്ടിൽ ഏത് സമയത്തും അമ്മയും അച്ഛനും വഴക്കാണ്. ഇതെല്ലാം കാണുമ്പോൾ ഹീറോക്ക് ആദ്യം ചിരിയെല്ലാം വരുന്നുണ്ടെങ്കിലും അവരുടെ ജീവിതത്തിന്റെ അവസ്ഥ ആലോചിച്ച് നോക്കുന്ന നേരം ഹീറോക്ക് കരച്ചിലാണ് വരിക. കൂടുതലൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പോഴാണ് ഹീറോ ചിന്തിക്കുക, എങ്ങനെ പോയാലും മരിക്കും, അതുറപ്പാണ്. അതുകൊണ്ട് തന്നെ കുടുംബത്തിനായി മരിക്കുകയാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല. കുടുംബത്തിനായി എന്തെങ്കിലും ചെയ്തേ പറ്റുമെന്ന് ചിന്തിക്കുന്ന നേരം ഹീറോ തനിക്ക് കിട്ടിയ ആദ്യത്തെ മിഷൻ തന്നെ കോമിക്കാക്കിയിട്ട് വരയ്ക്കാന്ന് വിചാരിക്കും. അങ്ങനെ വരയ്ക്കാൻ തുടങ്ങി. ആദ്യത്തെ മിഷൻ എന്താന്ന് വെച്ചാൽ ആ ക്രിമിനൽ ഇല്ലേ ജെയ്സീൻ, അവനെ പിടിക്കാനാണ് ആദ്യത്തെ മിഷൻ തന്നെ കിട്ടുന്നത്. ആ സമയം ജെയ്സീൻ ആണെങ്കിൽ മറ്റേതോ ഒരു രാജ്യത്ത് തന്റെ കണ്ടെയ്നറുകളെല്ലാം ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്രാവശ്യം ഇഷ്ടംപോലെ പെട്ടികളെല്ലാം വന്ന സന്തോഷത്തില് അങ്ങേര് ആർത്ത് വിളിച്ചോണ്ട് കൈ മേലേക്ക് ഉയർത്തുന്ന നേരം പെട്ടെന്നാണ് ഒരു ഗൺ ഷോട്ട് അങ്ങേരുടെ കൈയും തുളച്ചോണ്ട് പോവുക. ആ ഗൺ ഷോട്ട് ആരാണ് കൊടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ ജോണാണ്. അവൻ പെട്ടെന്ന് തന്നെ കളത്തിലേക്ക് ഇറങ്ങി എല്ലാവരും അടിക്കാൻ തുടങ്ങും. അവരെല്ലാവരും തിരിച്ച് ഷൂട്ടെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും അവന്റെ മേലെ ഒരു തരി പോലും കൊള്ളുന്നില്ല. അവനെ പെട്ടെന്ന് തന്നെ തളയ്ക്കാൻ പറ്റുമെന്ന് ജെയ്സീൻ വിചാരിച്ചെങ്കിലും അവൻ ഓരോരുത്തരെയായിട്ട് കൊന്നോണ്ട് അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കാണുന്ന അങ്ങേര് പെട്ടെന്ന് തന്നെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു ജീപ്പിൽ കയറി അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കും. എന്നാൽ ഹീറോ പെട്ടെന്ന് തന്നെ കണ്ടെയ്നറിന്റെ മേലെ നിന്ന് ആ ജീപ്പിലേക്ക് എടുത്തൊരു ഒറ്റ ചാട്ടാണ്. എന്നിട്ട് ആ ഡ്രൈവറെയും തട്ടി മാറ്റി ജെയ്സിന്റെ കഴുത്തിലേക്ക് കത്തിയെടുത്ത് കുത്താൻ നോക്കുന്ന നേരം അവന്റെ കണ്ണ് മാത്രമാണ് കത്തിയിൽ കൊള്ളുക. ആ സമയപ്പോഴേക്ക് ജീപ്പിന്റെ കൺട്രോൾ പോയതുകൊണ്ട് തന്നെ ജൂൺ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് എടുത്ത് ചാടും. ജീപ്പാണെ കുറച്ച് മുന്നിലേക്ക് പോയി ഇടിച്ച് അവിടുന്ന് പൊട്ടിത്തെറിക്കുകയാണ് ചെയ്തത്. അതിന്റെ കൂടെ തന്നെ ജെയ്സീനും മരിച്ചെന്ന് വിചാരിച്ചെങ്കിലും അങ്ങേര് മരിച്ചില്ല. കടലിലേക്ക് വീണ് അങ്ങേര് രക്ഷപ്പെടുകയാണ് ചെയ്തത്. എന്നാൽ ഈ ഒരു കാര്യം ജൂൺ അറിഞ്ഞില്ല. അങ്ങനെ ഇതാണ് രണ്ടാമത്തെ എപ്പിസോഡാക്കി ഇറക്കാന്ന് വിചാരിക്കുക. അങ്ങനെ അടുത്ത ദിവസം തന്നെ അതും പബ്ലിഷ് ചെയ്തു. അതാണെങ്കിൽ നാട്ടുകാർക്ക് മുഴുവനും പെരുത്ത് ഇഷ്ടമായി. ചെറിയവരെന്നോ വലിയവരെന്നോ ഒന്നും ഇല്ലാതെ എല്ലാവർക്കും അത് പെരുത്ത് ഇഷ്ടം. ഇതെല്ലാം കാണുന്ന നേരം നമ്മൾ വിചാരിക്കും ഒരു കോമിക് ഇതുപോലെയെല്ലാം ഹിറ്റ് ആവുമോ എന്ന്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലാണ് ഇതുപോലെയൊന്നും അധികം ഇല്ലാത്ത. കൊറിയയിലും ജപ്പാനിലും ഒക്കെ നാട്ടുകാർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സീരീസുകളാണ് ഇതുപോലെയുള്ള കോമിക്കുകൾ. ഹീറോയുടെ ഭാര്യയുടെ ജോലി എന്താന്ന് വെച്ചാൽ ചിത്രം വരയ്ക്കുന്ന പഠിപ്പിക്കുന്നതാണ്. അവിടെയുള്ള കുട്ടികളാണെങ്കിലും പഠിക്കുന്നതിന്റെ ഇടയിൽ തന്നെ ഹീറോ വരച്ച കോമിക്കുകളെല്ലാം വായിക്കുക. എന്തായാലും ഹീറോ കുറച്ച് ദിവസം കൊണ്ട് തന്നെ മകൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച പിയാനോ അവൾക്കായി വാങ്ങിച്ചു കൊടുക്കും. അതാണ് ഹീറോക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നത്. ഇതേ സമയമാണ് ഗവൺമെന്റിന്റെ സൈറ്റിൽ ആരോ ഒരാള് ബോംബ് പൊട്ടിക്കുമെന്ന് പറഞ്ഞ് വലിയൊരു ഭീഷണി പുറത്തു വിടുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായി ഹീറോയുടെ ചീഫില്ലായിരുന്നോ നരകത്തിന്ന് വന്ന ചീഫ്, അങ്ങേര് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനായി അങ്ങേര് ഒരു കഫയിലേക്ക് എത്തും. അവിടെ നിന്നുമാണ് ഈ ഒരു മെയിൽ വന്നിരിക്കുന്നത്. എന്നാൽ ചെന്ന് നോക്കുമ്പോഴാണ് മനസ്സിലാവുക 2 പയ്യന്മാരാണ് ഇമാതിരി പണി എടുത്തു വെച്ചിരിക്കുന്നത്. അവരാണെങ്കിൽ ഇത്രയും വലിയൊരു പ്രശ്നമാണ് ഉണ്ടാക്കി വെച്ചതെന്നറിയാതെ അതും കണ്ടങ്ങനെ ചിരിക്കുകയാണ്. നിങ്ങൾ ആരാന്ന് ചോദിക്കുന്ന നേരം ചീഫ് പറയും, ഞാനൊരു NIS ഏജന്റ് ആണ്. അവർക്ക് വിശ്വാസമാവാതിരിക്കുന്ന നേരം ഹീറോ കാർഡ് എടുത്ത് കാണിക്കും. എന്നാൽ ഹീറോയുടെ പേര് കാണുന്ന നേരം അവര് രണ്ടുപേരും ചോദിക്കും, നിങ്ങൾ സത്യം പറഞ്ഞ ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ? നിങ്ങളുടെ പേര് ആ കോമിക്കിലുള്ള ഷീൽഡ് ടീമിന്റെ നരകത്തിന്ന് വന്ന ചീഫിന്റെ പേര് പോലെ തന്നെ ഉണ്ടല്ലോ. ഇത് കേൾക്കുന്ന ചീഫ് ഞെട്ടിയിട്ട് ചോദിക്കും, ഇതിനെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അതിനെ കുട്ടികൾ ആ കോമിക്ക് തന്നെ ചീഫിന് കാണിച്ചു കൊടുക്കും. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ബാലാവകാശ കമ്മീഷനിൽ നിന്നുള്ള ആളുകൾ വന്ന് ചീഫിനെ വളയും. ഈ കോമിക്കിൽ പറയുന്ന പോലെ നിങ്ങൾ അനാഥരായിട്ടുള്ള കുട്ടികളെ കൊണ്ടുപോയി ട്രെയിനിങ് എല്ലാം ചെയ്ത് മനുഷ്യായുധങ്ങളാക്കി മാറ്റുന്നത് ശരിയായിട്ടുള്ള കാര്യമാണോ? അതിന് ചീഫ് പറയും, അതെല്ലാം ശരിയാണ്, പക്ഷെ അതിപ്പോൾ നിർത്തിവെച്ചു. പക്ഷെ ഇപ്പോഴീ കോമിക് ആരാണ് പടച്ചുവിടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് കേൾക്കുന്ന ചീഫിന്റെ ബോസ് പറയും, ഈ ഷീൽഡ് ടീമിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നിങ്ങളിപ്പോൾ അതെല്ലാം വിട്. ഇതാരാണ് അയച്ചെന്ന് കണ്ടുപിടിക്കാൻ നോക്ക്. എന്റെ സംശയം ശരിയാണെങ്കിൽ ജെയ്സീനെ പിടിക്കാൻ പോയ മിഷനിലുണ്ടായിരുന്ന ജൂണാണ് ഇതിന്റെ പിന്നിലെല്ലാം കളിക്കുന്നത്. അതിന് ചീഫ് പറയും, അവനൊക്കെ എന്നോ മരിച്ചില്ലേ, പക്ഷെ അവന്റെ ബോഡി ഇതുവരെ കിട്ടിയില്ലല്ലോ എന്ന് ബോസ് പറയും. മാത്രമല്ല ഈ നഗരത്തിൽ ഈ സിറ്റിയിലെ ഒരു കൊലപാതകം നടന്നില്ലായിരുന്നോ? ഒരാൾ
അയാളുടെ കണ്ണെല്ലാം ചൂഴ്ന്നിട്ട് അദ്ദേഹത്തെ കൊന്നാരോ കടൽ തീരത്ത് കൊണ്ടിട്ടത്? ശരിക്കും ആ മരിച്ച ആൾ ആരാന്ന് വെച്ചാൽ അതും ഒരു ഏജന്റാണ്. ഈ ഷീൽഡ് ടീമിലുണ്ടായിരുന്ന ഒരു ഏജന്റാണ്. സത്യം പറഞ്ഞാൽ ശത്രു ടീമിന് കൂടി കൊറിയക്കെതിരായിട്ട് ജൂൺ കളിക്കുന്ന കളികളാണ് ഇതെല്ലാം എന്നാണ് അവർ വിചാരിക്കുക. ഇനിയിപ്പോൾ ജൂണിനെ പിടിക്കണേൽ ജൂണിനെ കുറിച്ച് കൂടുതലെല്ലാം അറിയുന്ന, അതായത് ലീയെ കൊണ്ടുവരണം. ലീയെ മനസ്സിലായില്ലേ? ഹീറോയെ പോലെ തന്നെ ഷീൽഡ് ടീമിലേക്ക് കയറി വന്ന പയ്യൻ, അവനെ കൊണ്ടുവരണം. അവനാണെങ്കിൽ ഇപ്പോൾ വളർന്നു വലുതായിട്ടുണ്ട്. അവനാണിപ്പോൾ ഷീൽഡ് ടീമിന്റെ അവസാനത്തെ കണ്ണി. ഈ സമയത്താണ് ലീ നഗരത്തിൽ എന്തോ ഒരു മിഷന്റെ ഭാഗമായിട്ട് പിച്ച ചോദിക്കാനായിട്ട് ഇരിക്കുകയാണ്. എന്നാൽ അപ്പോഴാണ് ചീഫ് വിളിച്ച് കാര്യങ്ങളെല്ലാം സംസാരിക്കുക. അവൻ പെട്ടെന്ന് തന്നെ വന്ന കാറിൽ ഈ കോമിക് പബ്ലിഷ് ചെയ്ത ഏജൻസിയിലേക്ക് ചെല്ലും. അതായത് ഹീറോയുടെ മുതലാളിയെ കാണാനായി ചെല്ലും. കൂടെ തന്നെ ഇപ്പോൾ ബോസാണ് വന്നിരിക്കുന്നത്. മുതലാളിക്ക് ഹീറോയുടെ ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്ത് ഇങ്ങേരെ അറിയോന്ന് ചോദിക്കും. എന്നാൽ ആ ഫോട്ടോ കാണുന്ന നേരം അങ്ങേർക്ക് ഹീറോയെ മനസ്സിലാവില്ല. നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇവിടെ കോമിക്ക് വരയ്ക്കുന്ന പയ്യനെ പോലെയൊക്കെ ഇത് കണ്ടിട്ട് തോന്നുന്നു. അതിനവർ പറയും അവൻ ആരാന്നറിയോ, അവനൊരു ചാരനാണ്. ഇത് കേൾക്കുന്ന മുതലാളി ചാരനോ ഒന്നും ചോദിച്ച് ചിരിയാൻ തുടങ്ങുന്ന നേരം പെട്ടെന്നാണ് കൈ പിടിച്ചൊരൊറ്റ തിരിവെടുക്കുക. പിന്നെ കാണുന്നത് മുതലാളി അവരുടെ രണ്ടുപേരുടെയും കൂടെ പോകുന്നതാണ്. കൂടെ തന്നെ ഹീറോയെ കോൾ ചെയ്യും. ഹീറോ ആണെ സൈറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. മുതലാളി പറയും നീ വരച്ച കോമിക്കുകളെല്ലാം നല്ല ഹിറ്റായതുകൊണ്ട് തന്നെ എനിക്കും അത് ഇഷ്ടമാവുന്നുണ്ട്. ഇതെല്ലാം അവർ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ സംസാരിക്കുകയാണ് മുതലാളി. എന്നാൽ അപ്പോഴാണ് സൂപ്പർവൈസർ വന്ന് ഹീറോയോട് പറയാ, നീ എന്താണ് ഇപ്പോൾ ഫോണും വിളിച്ചുകൊണ്ടിരിക്കുന്നത്? ബാക്കിയുള്ളവരൊക്കെ കണ്ടില്ലേ, നിന്നെപ്പോലെ തന്നെ ജോലി ചെയ്യുന്ന ആളുകളാണ്. മിക്കവാറും നീ എൻ്റെ കൈയുടെ ചൂടറിയുമെന്ന് പറഞ്ഞിട്ട് ഹീറോയുടെ മുഖത്തേക്ക് ഇട്ട് ഒന്നുകൂടെ വെള്ളം തുപ്പും. അപ്പോഴാണ് ഹീറോയുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്തുകൊണ്ട് ഒരു പട അങ്ങോട്ട് വരുന്നത്. അതിൽ ഒരുത്തനിട്ട കണ്ണടയിൽ കൂടെ ഹീറോയെ ഇവിടെ നിന്ന് ബോസിനും അതുപോലെ തന്നെ ലീക്കും കാണാൻ പറ്റും. കാര്യങ്ങളൊന്നും വിചാരിച്ച പോലെയല്ല, എല്ലാം കയ്യിന്ന് പോയെന്ന് മനസ്സിലാവുന്ന ജൂൺ പെട്ടെന്ന് തന്നെ വാഷ്റൂമിലേക്ക് ഓടി ചെല്ലും. എന്നാൽ അവിടേക്ക് ആ പടയെല്ലാവരും കൂടെ ചെല്ലുന്ന നേരം ജൂൺ ഒന്നും അറിയാത്ത പോലെയാണ് നിൽക്കുക. നിങ്ങളല്ലേ ഏജന്റ് ജൂൺ എന്ന് ചോദിക്കുന്ന നേരം ഹീറോ ഒന്നും അറിയാത്ത പോലെ നിൽക്കും. അതിലൊരുത്തം പറയും ഇനി ഹിറ്റ്മാൻ ഏജന്റ് ജൂൺ എന്ന് പറയണോ? എന്നാൽ പെട്ടെന്നാണ് ഹീറോ അവരെല്ലാവരെയും അടിക്കാൻ തുടങ്ങുക. അവർക്കെല്ലാവർക്കും അറിയാം ഹീറോയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയെല്ലാം ഉണ്ടാവുമെന്ന്. അതിനെല്ലാം തയ്യാറായിട്ടാണ് ഇങ്ങോട്ട് വന്നെങ്കിലും അടിയെല്ലാം കൊള്ളാനേ അവർക്ക് പറ്റുന്നുള്ളൂ. ഇതേസമയം തൊട്ടടുത്തുണ്ടായിരുന്ന റൂമിൽ സൂപ്പർവൈസർ കാര്യം സാധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അപ്പോഴാണ് ഡോറെല്ലാം പൊളിഞ്ഞിട്ട് അങ്ങേര് ജൂണിനെ കാണുക. ജൂണാണ് ദേഷ്യത്തിൽ അകത്തേക്ക് ചെന്ന് ചുമരിനിട്ട് 10-20 ഇടി കൊടുക്കുന്നത് കാണുന്ന നേരം സൂപ്പർവൈസറുടെ കാര്യങ്ങളെല്ലാം അറിയാതെ അങ്ങ് സാധിച്ചു പോകും. അവിടുന്ന് പെട്ടെന്ന് തന്നെ വീട്ടിലെത്തുന്ന ഹീറോ സാധനങ്ങളെല്ലാം കെട്ടിക്കൂട്ടി ഭാര്യയെ കോൾ ചെയ്ത് പറയും, ഞാൻ ഈ കോമിക് ആക്കിയിട്ട് എഴുതിയിരുന്ന കഥയില്ലായിരുന്നോ, അത് എൻ്റെ തന്നെ സ്റ്റോറിയാണ്, നീ പെട്ടെന്ന് തന്നെ വാ, നമ്മളിപ്പോൾ പ്രശ്നത്തിലാണ് പെട്ടിരിക്കുന്നത്. അതിന് ഭാര്യ പറയും, നിങ്ങൾ എന്തൊക്കെയാണ് ഈ സംസാരിക്കുന്നത്, നിങ്ങൾ ഇന്നും വെള്ളടിച്ചോ, നിങ്ങൾ പറയുന്നോന്ന് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് അവൾ കോള് കട്ട് ചെയ്യും. എന്നാൽ അപ്പോഴാണ് അകത്തേക്ക് പുകപ്പിച്ചുകൊണ്ട് സ്പെഷ്യൽ ഫോഴ്സ് കയറി വരുന്നത്. അവരെ കാണുമ്പോൾ തന്നെ ഹീറോ അവരെ ഇടിച്ചിടാൻ തുടങ്ങും. എന്നാൽ അതിലൊരുത്തൻ പെട്ടെന്നാണ് മാസ്ക് കഴിക്കുക. അതിനുള്ളിൽ ആരാന്ന് വെച്ചാൽ നമ്മുടെ ലീ ആണ്. ലീയുടെ മുഖം കാണുന്ന നേരം ഹീറോ ഓർത്തെടുക്കും. എൻ്റെ സംശയം ശരിയാണെങ്കിൽ നീയല്ലേ ലീ എന്ന് ചോദിക്കും. എന്നാൽ പെട്ടെന്നാണ് ബോസ് തൊട്ട് പിന്നീന്ന് ഷോക്കടിപ്പിച്ച് ഹീറോയെ താഴെ വീഴ്ത്തുക. ഇതേ സമയം ഹീറോയുടെ മുതലാളി തിരിച്ച് ജോലിക്കായിട്ട് ഏജൻസിയിലേക്ക് വരുമ്പോഴാണ് ഒരുത്തൻ ജെയ്സീൻ്റെ ഫോട്ടോ, ഹീറോ വരച്ചിരുന്ന കോമിക്കിലെ ജെയ്സീൻ്റെ ഫോട്ടോയും കാണിച്ചുകൊണ്ട് ഇതാരാണ് വരച്ചതെന്ന് മുതലാളിയോട് ചോദിക്കുക. അതിന് മുതലാളി, നിങ്ങളൊക്കെ ആരാടോ, നേരത്തെ NISC കുറച്ച് ആളുകൾ വന്ന് ഇത് വരച്ചവൻ്റെ ലൊക്കേഷൻ വാങ്ങിയിട്ട് ഇവിടുന്ന് പോയി, ഇതിപ്പോൾ നിങ്ങളാരാ? അപ്പോഴാണ് ശരിക്കുള്ള ജെയ്സീൻ സിഗരറ്റും താഴെയിട്ട് അതും ചതച്ചരച്ചോണ്ട് മുതലാളിയുടെ മുന്നിലേക്ക് വന്ന് മുഖം കാണിച്ചു കൊടുക്കുക. മുതലാളി പറയും, ഇത് ജെയ്സീനെ പോലെ ഉണ്ടല്ലോ, ഒരു കോമിക്ക് ഹിറ്റായപ്പോഴേക്ക് വേഷം കെട്ടി ഇറങ്ങാനും ആളുകൾ ഇറങ്ങിയോ, എവിടെയെങ്കിലും പ്രച്ഛന്ന വേഷ മത്സരം എങ്ങാനും നടക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. ജെയ്സീൻ ചോദിക്കും, ഇവിടെയുള്ള ബാക്കിയുള്ളവരെ എല്ലാവരെയും കണ്ടിട്ട് നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? എൻ്റെ കണ്ണ് പോലെ ഞാൻ നിന്റെ കണ്ണാക്കി തരണ്ടെങ്കിൽ അവൻ്റെ ലൊക്കേഷൻ പറ. അതിന് മുതലാളി, ഇവിടെ ജോലി ചെയ്യുന്ന ആളുകളുടെ പേഴ്സണൽ വിവരങ്ങളൊന്നും എനിക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോഴേക്ക് 2 അടി കൂടെ കിട്ടും. വേറെ ഒരു വഴിയില്ലാത്തതുകൊണ്ട് ലൊക്കേഷൻ അങ്ങനെ പറഞ്ഞു കൊടുക്കും. ഇവിടെയാണെങ്കിൽ ഹീറോയെ ലീ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലീക്ക് ഹീറോയെ വലിയ ഇഷ്ടമാണല്ലോ, പക്ഷെ അവരെ എല്ലാവരെയും വഞ്ചിച്ച് ഹീറോ രക്ഷപ്പെട്ടതിൽ ലീക്ക് വളരെ ദേഷ്യമുണ്ട്. നിങ്ങൾക്കറിയോ, നിങ്ങളിപ്പോൾ വലിയൊരു അപകടത്തിലാണ് പെട്ടിരിക്കുന്നത്, ഇതൊരു രാജ്യദ്രോഹ കുറ്റാണെന്ന് പറയും. അപ്പോഴാണ് അങ്ങോട്ട് ചീഫ് കയറി വരുന്നത്. ജൂണിനെ കാണുമ്പോൾ തന്നെ ഒരൊറ്റ ചവിട്ടാണ് കൊടുക്കുക. നീ ഇതെല്ലാം ആർക്ക് വേണ്ടിയാണ് ജോലി ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന നേരം ലീ പറയും, ആർക്ക് വേണ്ടി ചെയ്യാൻ, ഞാൻ എനിക്ക് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ ജീവിതം എൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയാണ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്. ഞാൻ ആഗ്രഹിച്ച പോലെയാണ് ഇപ്പോൾ ജീവിക്കുന്നത്. അതാണോ ഞാൻ ചെയ്ത തെറ്റ്? അപ്പോഴാണ് ബോസ് അകത്തേക്ക് കയറി വന്ന് ഹീറോയോട് ചോദിക്കുക, നീ എന്തിനാണ് ഷീൽഡ് ടീമിനെ ഒറ്റിയത്? ജൂൺ പറയും, ഞാനിത് എത്ര തവണ പറയണം, ഞാൻ എനിക്ക് വേണ്ടി തന്നെ എൻ്റെ ജീവിതത്തിന് പിന്നാലെ പോകാനാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. ഞാൻ ആരെയും ഒറ്റിയിട്ടൊന്നുമില്ല. അതിന് ബോസ് പറയും, ഒരു കുടുംബം, കാർട്ടൂൺ വര, കഷ്ടപ്പാടായിട്ടുള്ള ജീവിതം, ഇതെല്ലാമാണോ നിന്റെ സ്വപ്നം? ഇതാണോ നീ ആഗ്രഹിക്കുന്ന ജീവിതം? ഞാൻ പറയുന്നതിനെല്ലാം മറുപടി തന്നില്ലെങ്കിൽ നിന്റെ കൊച്ചും തന്തയില്ലാതെ വളരേണ്ടി വരും. ഇത് കേൾക്കുന്ന ഹീറോ പെട്ടെന്ന് തന്നെ ചാടി ബോസിനിട്ട് ഒരൊറ്റ അടിയാ. അങ്ങനെ കുറച്ച് കഴിയുന്നേരം ഹീറോയുടെ ഫോണിലേക്ക് ഭാര്യ കോൾ ചെയ്യും. ആ ഫോണാണെങ്കിൽ ലീയുടെ കയ്യിലാണുള്ളത്. ഹീറോ പറയും, അവൾ വിളിക്കുന്നവരെല്ലാം ഞാൻ പെട്ടെന്ന് തന്നെ ഫോൺ എടുക്കുന്ന, ഞാനാണ് നേരത്തെ ഇതിനെക്കുറിച്ചെല്ലാം അവളോട് സംസാരിക്കുകയും ചെയ്തു. അവളിപ്പോൾ പേടിച്ചായിരിക്കും ഇരിക്കുന്നത്, എനിക്ക് അവളോട് എന്തെങ്കിലും പറയണമെന്ന് പറയും. ഇതെൻ്റെ അവസാനത്തെ സഹായമാണെന്ന് പറഞ്ഞുകൊണ്ട് ലീ ഹീറോക്ക് ഫോൺ കൊടുക്കും. എന്നാലും ലീക്ക് ഒരു സംശയമുണ്ട്, വിളിക്കുന്നത് വേറെ ആരെങ്കിലും ആണോ എന്ന്. അതെല്ലാം ടെസ്റ്റ് ചെയ്തിട്ടാണ് ഹീറോയുടെ കയ്യിലേക്ക് കൊടുക്കുക. എന്നാൽ ശരിക്കും അപ്പുറത്തേന്ന് കോൾ ചെയ്യുന്നത് ജെയ്സീനാണ്. ജെയ്സീൻ ഇപ്പോൾ ഹീറോയുടെ വീട്ടിൽ വന്ന് ഭാര്യയെ കിഡ്നാപ്പ് ചെയ്തിരിക്കുക. ഹീറോയോട് പറയും, നീ ഇപ്പോൾ അവരുടെ കൂടെയാണുള്ളത്,
എന്നുള്ളതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് കൂടുതൽ എക്സ്പ്രഷൻ ഒന്നും ഇടാൻ നിൽക്കണ്ട. നിന്റെ ഭാര്യ ഇപ്പം എൻ്റെ പക്കലുണ്ട്. അവളെ വേണേൽ 1 മണിക്കൂർ കൊണ്ട് നിന്റെ ചീഫിനെയും തൂക്കിയിട്ട് നീ എൻ്റെ അടുത്തേക്ക് വരണം. അങ്ങനെ വരേണ്ട ലൊക്കേഷനും പറഞ്ഞു കൊടുക്കും. എന്നാൽ ഹീറോക്ക് മനസ്സിലായിട്ടില്ല ഈ വിളിക്കുന്ന ആരാണെന്നുള്ള കാര്യം. ഇവിടെ ഹീറോ ലിയോട് പറയും, ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം തുറന്നു പറയാൻ പോവാണ്, എനിക്കതെല്ലാം ചീഫിനോടാണ് സംസാരിക്കേണ്ടത്. അങ്ങനെ ചീഫ് ഹീറോയുടെ അടുത്തേക്ക് ചെല്ലുന്ന നേരം ഒരു സിഗരറ്റ് വലിക്കുന്നുണ്ട്. എനിക്ക് കൂടെ സിഗരറ്റ് വേണമെന്ന് പറയും. അങ്ങനെ ഹീറോയുടെ കയ്യിലേക്ക് വെക്കുന്ന നേരം പെട്ടെന്നാണ് ഒരു ഒറ്റ അടി അടിച്ച് അങ്ങനെ ബോധം കെടുത്തുക. കയ്യിലുണ്ടായിരുന്ന കീ എടുത്ത് ഹീറോ കയ്യിലുണ്ടായിരുന്ന വിലങ്ങെല്ലാം അഴിച്ചെടുക്കും. പുറത്തുനിന്ന് പടയെല്ലാവരും കൂടെ അകത്തേക്ക് കയറി വരുന്ന നേരം ഹീറോ ചീഫിന്റെ തലയിൽ ഗണ്ണും പിടിച്ച് നിൽക്കുക. അതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാനും പറ്റുന്നില്ല. ഹീറോ ഒന്ന് അവരെ ഭയപ്പെടുത്താനായി അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരുത്തന്റെ കാലിലേക്ക് ഷൂട്ട് കൂടെ ചെയ്യുന്നതുകൊണ്ട് അവരൊന്നും ചെയ്യില്ല. ഗണ്ണ് മെല്ലെ താഴെ വെക്കും. ഹീറോ അങ്ങനെ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി വരും. അപ്പോഴാണ് പുറത്ത് ഒളിച്ചു നിന്നിരുന്ന ലീ ഹീറോയുടെ തലയിൽ ഗണ്ണ് വെക്കുക. നമ്മുടെ ആളൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് മെല്ലെ ഗണ്ണ് താഴെ വെക്കും. ലീ ആ ഗണ്ണ് എടുക്കാൻ നിൽക്കുന്ന നേരം തിരിഞ്ഞ് അവന്റെ മോന്തക്കിട്ട് ഒരു ഒറ്റ ഇടി കൊടുക്കും. അവൻ ആ ഇടിയിൽ തന്നെ ബോധം പോയി താഴെ വീഴും. എന്നിട്ട് അവന്റെ പോക്കറ്റിൽ നിന്ന് കീ എടുത്ത് പുറത്തേക്ക് ഓടി വന്ന് ചീഫിനെയും കാറിലിട്ട് അവിടുന്ന് പോകും. എന്തിനാടാ നീ ഇങ്ങനെയെല്ലാം ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന നേരം ഹീറോ പറയും, എന്റെ ഭാര്യ ആരോ തട്ടിക്കൊണ്ടുപോയി. നിങ്ങളെയും കൊണ്ട് അങ്ങോട്ട് ചെന്നാലേ എന്റെ ഭാര്യ എനിക്ക് തിരിച്ചു കിട്ടുള്ളൂ. നിങ്ങളുടെ കയ്യിൽ ഫോൺ ഉണ്ടോ എന്ന് ചോദിക്കുന്ന നേരം ചീഫ് പറയും, എന്റെ ഫോൺ ഞാൻ ഓഫീസിലാണ് വെച്ചേ. എന്നാൽ സംശയം കൊണ്ട് ഹീറോ ചീഫിനെ ചെക്ക് ചെയ്ത് കൈ സെന്ററിലേക്ക് ചെല്ലുന്ന നേരം ചീഫ് പറയും, നീ എന്താടാ കാണിക്കുന്നത്? അവിടേക്ക് ആരെങ്കിലും ഫോൺ വെക്കോ, കൈ മാറ്റടോ എന്ന് പറയും. അപ്പോഴേക്ക് പോലീസുകാർ എല്ലാവരും തൊട്ട് പിന്നാലെ എത്തി. ഹീറോ ആണെങ്കിൽ ട്രാഫിക്കിന്റെ ഇടയിൽ കൂടെ ഒഴിഞ്ഞു മാറി അവർക്ക് പിടിക്കപ്പെടാൻ പറ്റാത്ത രീതിയിൽ രക്ഷപ്പെടും. ഫോണിൽ ജെയ്സിനെ വിളിച്ചിട്ട്, നീ എന്റെ ഭാര്യ ഒന്നും ചെയ്യല്ലേ, ഞാൻ അങ്ങോട്ട് വന്നോണ്ടിരിക്കാന്ന് പറയുന്ന നേരം ജെയ്സി പറയും, നിന്റെ പിന്നിൽ വലിയൊരു വാല് കിടക്കുന്നുണ്ട്, അതും മുറിച്ചിട്ട് നീ ഇങ്ങോട്ട് വരാൻ പറ്റൂ. അങ്ങനെ ഹീറോ നേരെ ചെല്ലുന്നത് ഒരു ടണലിനകത്തേക്കാണ്. ഹീറോയുടെ കാർ അകത്തേക്ക് ചെല്ലുന്ന നേരം പോലീസുകാർ എല്ലാവരും കൂടെ തൊട്ടു പിന്നാലെ ചെല്ലുമെങ്കിലും കാർ അവിടെ തന്നെ നിൽക്കുന്നതാണ് കാണുക. എന്നാൽ അകത്ത് ഹീറോ ഇല്ല. ചീഫിന്റെ മുഖത്തൊരു ടാപ്പ് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ചീഫിന്റെ അടുത്തേക്ക് ഒരുത്തൻ ചെല്ലുന്ന നേരം ചീഫ് കണ്ണോണ്ടെല്ലാം താഴോട്ട് കാണിക്കും. എന്നാൽ പെട്ടെന്നാണ് കാറിനടിയിൽ നിന്ന് ഒരു വള്ളി വന്ന് അവന്റെ കാല് പിടിച്ച് വലിച്ചു കൊണ്ടുപോവുക. അടുത്തവൻ താഴേക്ക് നോക്കുന്ന നേരം അവിടെ ഹീറോ ഇല്ല. എന്നാൽ പെട്ടെന്നാണ് കാറിന് മേലെ നിന്ന് താഴേക്ക് ചാടി വന്ന് ഹീറോ അവനെ അടിച്ചിടുക. എന്നാൽ പെട്ടെന്നാണ് ഒരു പട തന്നെ അങ്ങോട്ട് വരുന്നത്. ഹീറോ ഓടിച്ചെന്ന് കാറിന്റെ ചില്ലെല്ലാം ഇടിച്ച് പൊളിച്ച് അതിലുണ്ടായിരുന്ന ഒരു ലേഡിയോട് ഫൈറ്റ് ചെയ്യും. അവള് പറയും, ഏജന്റ് ജൂൺ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കുറച്ചുകൂടെ പ്രതീക്ഷിച്ചിരുന്നു, എന്നാൽ നിങ്ങൾ ഞാൻ വിചാരിച്ച അത്രയൊന്നും ഇല്ലല്ലോ എന്ന്. അതിന് ഹീറോ പറയും, ഞാനതിനെ വിരമിച്ചിട്ട് ഇപ്പോൾ 15 വർഷമായി, നിനക്ക് ബഹുമാനിക്കാൻ അറിയില്ലല്ലോ എന്ന് പറഞ്ഞ് അവളെ ചാടി പിടിച്ച് താഴെ കിടത്തി അവളുടെ കഴുത്ത് ഇറുക്കിയിട്ട് അവളുടെ ബോധം കെടുത്തും. അങ്ങനെ തൊട്ടു പിന്നാലെ വരുന്ന കാറിന് കയ്യും കാണിച്ച് അതിലുള്ളയാൾ ഗണ്ണും കാണിച്ച് പേടിപ്പിച്ച് ആ കാറും എടുത്തോണ്ട് ഹീറോ അവിടുന്ന് പോകും. എന്നാൽ അപ്പോഴാണ് ജെയ്സിന്റെ വലങ്കൈ അങ്ങോട്ട് ബൈക്കിൽ വന്ന് അവിടെ ഉണ്ടായിരുന്ന ഏജന്റുമാരെ എല്ലാവരെയും ഷൂട്ട് ചെയ്ത് കൊല്ലുക. അവർക്കെല്ലാവർക്കും ബോധം ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പൊ അവൻ ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ് ചെയ്തത്. ഇവിടെ കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഹീറോക്ക് ഇപ്പോഴാണ് ഓർമ്മ വരിക, ഇന്ന് പബ്ലിഷ് ചെയ്യാൻ വെച്ചിരിക്കുന്ന കോമിക്കിന്റെ ഭാഗം ജെയ്സിന്റെ അനിയനെ ചീഫ് കൊല്ലുന്ന ഭാഗമാണ്. അതെങ്ങാനും പബ്ലിഷ് ചെയ്താൽ പിന്നെ ചീഫിന്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല. ഹീറോ പെട്ടെന്ന് തന്നെ മുതലാളിയെ കോൾ ചെയ്യുന്ന നേരം മുതലാളി ഇങ്ങോട്ട് പറയും, ഇന്ന് കുറേ പേര് എന്നെ വന്ന് അടിക്കാൻ തുടങ്ങി, നിന്റെ ലൊക്കേഷനാണ് എല്ലാവരും ചോദിക്കുന്നത്, ഞാൻ നിന്റെ ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തു പോയി, എന്നോട് ക്ഷമിക്കടാ. പിന്നെ കൂടെ തന്നെ അവർ ഇന്നത്തെ എപ്പിസോഡ് കൂടെ അവരുടെ കയ്യിലേക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഞാൻ എൻ്റെ കള്ളങ്ങളെല്ലാം പറഞ്ഞ് അവരെ പറ്റിച്ചിട്ട് അതെൻ്റെ കയ്യിലില്ലാന്ന് പറഞ്ഞു. എന്നാൽ അത് കേൾക്കുമ്പോഴാണ് ചീഫിനൊന്ന് സമാധാനാവുന്നത്. എന്നാൽ അപ്പോഴാണ് മുതലാളി പറയാ, നീ ഇത്രയും കഷ്ടപ്പെട്ട് വരച്ച കോമിക് അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ മോശമല്ലേ, അതുകൊണ്ട് ഞാൻ അതിപ്പോൾ തന്നെ പബ്ലിഷ് ചെയ്തു. ഇത് കേൾക്കുന്ന ചീഫാകെ പേടിച്ച് ടെൻഷൻ അടിക്കും. എന്നാൽ ഇപ്പോഴാണ് ഹീറോക്ക് മനസ്സിലാവുക, ഇത് പബ്ലിഷ് ചെയ്തത് കൊണ്ട് തന്നെ ഇപ്പൊ ഹീറോയുടെ ഭാര്യയെ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നത് ജെയ്സീനാണെന്നുള്ളത്. ഇവിടെ പോലീസുകാരെല്ലാവരും കൂടെ ടണലിനകത്തേക്ക് കയറി വരുന്ന നേരം അവിടെ ഏജന്റുമാരെല്ലാവരും മരിച്ചിരിക്കുന്നതാണ് കാണുക. ഇത് കാണുന്ന ബോസ് വിചാരിക്കും ഹീറോയാണ് അവരെ എല്ലാവരെയും കൊന്നേന്ന്. എന്നാൽ കൂടെ ഉണ്ടായിരുന്നവൻ പറയും, ശരിക്കും ഹീറോക്ക് ചീഫിനെ കൊണ്ടുപോകുന്നതാണ് ലക്ഷ്യം എന്നുണ്ടെങ്കിൽ ഹീറോക്ക് ഇതുപോലെ ഇവരെ എല്ലാവരെയും കൊല്ലേണ്ട ആവശ്യമില്ല. അങ്ങനെയെങ്കിൽ ഇവരെ എല്ലാവരെയും കൊന്നത് മറ്റാരോ ഒരാളാണ്. കൂടെ തന്നെ വേറൊരുത്തൻ ബോസിനോട് പറയും, പണ്ട് ഹീറോ പിടിക്കാനായി പോയിട്ടുള്ള ജെയ്സീൻ എന്ന ക്രിമിനൽ ഇപ്പൊ കൊറിയയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് അവന്റെ ഫോട്ടോ ക്യാമറയിൽ പതിഞ്ഞ എല്ലാം കാണിച്ചു കൊടുക്കുകയും ചെയ്യും. ഇവിടെ ഹീറോയും ചീഫും കൂടെ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എന്തോ ഫോണൊക്കെ റിങ് ചെയ്യുന്ന പോലെയുള്ള ഒരു ശബ്ദം. ഹീറോയുടെ കയ്യിൽ മാത്രമാണ് ഇവിടെ ഫോൺ ഉള്ളത്, ചീഫിന്റെ കയ്യിൽ ഫോൺ ഇല്ലാന്നല്ലേ പറഞ്ഞേ. ഇതെന്താ ഫോൺ റിങ് ചെയ്യുന്ന പോലെയുള്ള ശബ്ദം എന്ന് ചോദിക്കുന്ന നേരം ചീഫ് പറയും, അത് ചിലപ്പോൾ എന്റെ കാറിന്റെ എഞ്ചിനിൽ നിന്ന് വരുന്ന ശബ്ദമായിരിക്കും. എന്റെ കാറിന്റെ എഞ്ചിനിൽ നിന്ന് ചിലപ്പോൾ ഇതുപോലെയുള്ള ശബ്ദങ്ങളൊക്കെ വരാറുണ്ട്. എന്നാൽ കാർ ഇരുട്ടുള്ള ഭാഗത്തു കൂടെ പോകുമ്പോഴാണ് അങ്ങേര് ഫോണ് അങ്ങേരുടെ സെന്ററിൽ തന്നെയാണ് ഒളിപ്പിച്ച് വെച്ചേക്കുന്നതെന്ന് ഹീറോ കാണുക. അത് അവിടെ നിന്ന് ലൈറ്റ് കത്തുന്നുണ്ട്. എടാ താനല്ലായിരുന്നോ നിന്റെ കയ്യിൽ ഫോണില്ലാന്ന് എന്നോട് പറഞ്ഞിരുന്നത്, നീ എന്തൊരു ഫ്രോഡാടോ എന്ന് ചോദിച്ചുകൊണ്ട് ഹീറോ ആ കോൾ അറ്റൻഡ് ചെയ്യും. എന്നാൽ അപ്പുറത്തുനിന്ന് സംസാരിക്കുന്നത് ബോസാണ്. ബോസ് പറയും, നിന്റെ മോളെ നിനക്ക് വേണമെങ്കിൽ നീ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് ചീഫിനായിട്ട് തിരിച്ചു വന്നോ. ഹീറോ പറയും, ഞാനിപ്പോൾ വലിയൊരു പ്രശ്നത്തിലാണ് പെട്ടുകിടക്കുന്നത്, അതെന്തൊക്കെയാണെന്ന് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. എന്നാൽ പുറത്ത് മറ്റു വണ്ടി കൂടെ പോകുന്ന ആളുകൾ ഈ കാറിലേക്ക് നോക്കുന്ന നേരം അവർ മറ്റെന്തൊക്കെയാണ് കാണുന്നത്. എന്തായാലും ഹീറോ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് ചീഫിനോട് സംസാരിക്കാൻ നിൽക്കുമ്പോഴേക്ക് അങ്ങേര് കോൾ കട്ട് ചെയ്യും. പിന്നെ ഒരു വീഡിയോ കോളാണ് വരുന്നത്. മകളെ കാറിൽ നിന്നും പുറത്തേക്ക് തള്ളിയിടാൻ നിൽക്കുന്ന വീഡിയോ കോള്. അത് കാണുന്ന ഹീറോ പറയും, എന്റെ മോൾക്കെങ്ങാനും എന്തെങ്കിലും പറ്റിയാൽ പിന്നെ നീ ഒരിക്കലും ജീവിച്ചിരിക്കില്ല. അങ്ങനെ ഹീറോ കോളും കട്ട് ചെയ്തുകൊണ്ട് നേരെ ഭാര്യയുള്ള ലൊക്കേഷനിലേക്കാണ് ചെല്ലുന്നത്. അവിടെ ജെയ്സിന്റെ പട ഭാര്യയെ മുന്നിൽ വെച്ചോണ്ട് ഹീറോയെ കാത്തിരിക്കുകയാണ്. ഹീറോ അങ്ങോട്ട് വരുന്ന കാണുന്ന നേരം ഭാര്യ ആർത്തി വിളിച്ചു പറയും,
ഇങ്ങോട്ട് വരല്ലേ ഇങ്ങോട്ട് വരല്ലേ എന്ന്. എന്നാ പറഞ്ഞ പോലെ തന്നെ ഹീറോ കാറ് പെട്ടെന്ന് തന്നെ ഡ്രിഫ്റ്റ് ചെയ്ത് വളച്ചിട്ട് തിരിച്ചങ്ങോട്ട് തന്നെയാണ് പോകുന്നത്. ഇത് കാണുന്ന ഭാര്യ വിളിച്ച് പറയും, നീ എങ്ങോട്ടാടാ പോകുന്നത്, ഇങ്ങോട്ട് വാടാ ഇങ്ങോട്ട് വാ. ജെയ്സീനും കാര്യം എന്താണെന്ന് മനസ്സിലായില്ല. അപ്പോഴാണ് ഹീറോ കോൾ ചെയ്ത് പറയുന്നത്, എന്റെ മകളെ ആരോ തട്ടിക്കൊണ്ട് പോയിരിക്കുകയാണ്, ഞാൻ പെട്ടെന്ന് തന്നെ അവളെ എങ്ങനെയും രക്ഷിച്ച് ഞാൻ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരാം. അങ്ങനെ പറയും, നീ പറയുന്നതൊക്കെ ഞാൻ വിശ്വസിക്കണോ? അതിന് ഹീറോ പറയും, എന്റെ അവസ്ഥ ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, ഞാനിപ്പോൾ ഒരു രാജ്യദ്രോഹിയാണ്. എന്നാൽ ജെയ്സീൻ അറിയാം ഹീറോ ഇതുപോലെ പ്രശ്നത്തിലാണ് പെട്ട് കിടക്കുന്നതെന്നെല്ലാം. കാരണം അങ്ങേരുടെ ഒരുത്തനാണല്ലോ നേരത്തെ വന്ന ഏജന്റുമാരെല്ലാം ഷൂട്ട് ചെയ്ത് കൊന്നുപോയിരിക്കുന്നത്. എന്തായാലും ജെയ്സീൻ കാത്തിരിക്കാന്ന് വിചാരിക്കും. എന്നിട്ട് ഭാര്യയെ കൊണ്ടു ചെന്നൊരു റൂമിൽ അടച്ചിടും. എന്നാൽ അവൾക്ക് അവിടെ നിന്ന് എങ്ങനെയും രക്ഷപ്പെട്ടല്ലേ പറ്റൂ. അവിടെ ഉണ്ടായിരുന്ന ഒരു ബോട്ടിൽ താഴെ തള്ളിയിട്ട് അതിന്റെ കുപ്പിച്ചില്ല് കൊണ്ട് കയ്യിലുണ്ടായിരുന്ന കെട്ട് മെല്ലെ മെല്ലെ മുറിച്ചെടുക്കും. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാനായി നോക്കുന്ന നേരം ഡോറൊന്നും തുറക്കാനേ പറ്റുന്നില്ല. എന്നാൽ അപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന വില കൂടിയ മദ്യങ്ങൾ അവൾ കാണുന്നത്. അവളാണെങ്കിൽ ഒരു വലിയ കുടിയെത്തിയ, പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതേ സമയം ബോസും ടീമും കൂടെ മകളെയും തൂക്കിയിട്ട് ഏതോ ഒരു വീട്ടിലേക്കാണ് ചെല്ലുക. അവിടെ വെച്ച് അവളുടെ ബോഡിയിൽ അവൾ എന്തെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ നോക്കുന്ന നേരം അവൾ പറയും, നിങ്ങൾ എന്തൊക്കെയാണ് കാണിക്കുന്നത്, ഞാനെങ്ങനെ ഒരു കേസ് കൊടുത്താൽ നീയൊക്കെ എന്താവെന്ന് നിനക്കറിയോ? എന്നാൽ അപ്പോഴാണ് ലീ അങ്ങോട്ട് വന്ന് പറയാ, ബോസ് മാന്യമായിട്ട് ഞാൻ അവളെ ചെക്ക് ചെയ്തോളാന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് അകലേക്ക് അവളെയും കൊണ്ട് വരിക. അങ്ങനെ അവളുടെ ഷൂസ് അഴിച്ച് നോക്കുന്ന നേരം അതിൽ അവൾ ഫോൺ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ബോസിനോട് വന്ന് പറയും, എനിക്ക് അവളുടെ കയ്യിൽ നിന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല, പക്ഷെ അവൾക്ക് ടോയ്ലറ്റിൽ പോകണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവളെയും കൂട്ടി വാഷ്റൂമിലേക്ക് ചെന്ന് കുറച്ച് കഴിയുന്ന നേരം ബാക്കിയുള്ള ഏജന്റുമാർ അവരെവിടെയെന്ന് ചെക്ക് ചെയ്യാൻ ചെന്ന് നോക്കുന്ന നേരം കാണുന്നത് അവരവിടെ നിന്നും ചാടി രക്ഷപ്പെട്ടിരിക്കുന്ന അവളെയും കൊണ്ട് പോകുന്ന നേരം ലീ അവളുടെ ഫോണിൽ ഹീറോക്ക് മെസ്സേജ് ചെയ്യും, അച്ഛാ ഞാൻ രക്ഷപ്പെട്ടു, ഞാനിപ്പോൾ ഈ ഒരു ലൊക്കേഷനിൽ ഉണ്ടെന്നും പറഞ്ഞ് ആ ഒരു ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കും. ഈ ഒരു മെസ്സേജ് കാണുന്ന ഹീറോ മകള് രക്ഷപ്പെട്ടല്ലോ എന്ന് സമാധാനിച്ച് പെട്ടെന്ന് തന്നെ അവളുണ്ടായിരുന്ന ലൊക്കേഷനിലേക്ക് ചെല്ലും. എന്നാൽ അവിടെ അവൾ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. ചിലപ്പോൾ ഇതൊരു ട്രാപ്പ് ആയിരിക്കാമെന്ന് ഹീറോക്ക് അറിയാം. പക്ഷെ മകളെ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. ഹീറോ പെട്ടെന്ന് തന്നെ ഓടിച്ചെന്ന് മകളെ കെട്ടിപ്പിടിക്കും. അപ്പോഴാണ് ദൂരെ നിന്ന് ഗണ്ണു ആയിക്കൊണ്ട് ലീ അങ്ങോട്ട് വരുന്നത്. അത് കാണുന്ന ഹീറോ പറയും, ലീ നീ വേണമെങ്കിൽ എന്നെ എന്തേലും ചെയ്തോ, പക്ഷെ എൻ്റെ മകളെ ഒന്നും ചെയ്യല്ലേ. ഇത് കേൾക്കുന്ന മകള് ചോദിക്കും, ഇതാണോ ലീ? നിനക്കെന്നെ അറിയാമോ എന്ന് ലീ ചോദിക്കുന്ന നേരം അവള് പറയും, അറിയാമോന്നോ, നിങ്ങളെക്കുറിച്ച് അച്ഛൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളൊരു അനിയനെ പോലെയാണെന്നാണ് അച്ഛൻ പറയാറ്. എൻ്റെ അച്ഛൻ നിങ്ങൾ അനിയനെപ്പോലെ കണ്ടിട്ട് നിങ്ങൾ എൻ്റെ അച്ഛനെ ഇങ്ങനെയാണോ കാണുന്നത്? നിങ്ങൾക്കറിയോ എൻ്റെ അച്ഛനൊരു പാവാണ്. ഒരിക്കൽ അമ്മയും അച്ഛനും വഴക്കുണ്ടായപ്പോൾ അമ്മ പറഞ്ഞു അച്ഛനോട് പോയി ചാവാനായി. എന്നിട്ടും എൻ്റെ അച്ഛൻ മരിച്ചില്ല. അച്ഛൻ്റെ കയ്യിൽ കാശൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പം അമ്മയുടെ അച്ഛൻ്റെ വീട്ടിലേക്ക് പോലും ഞങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ല. അത്രയും കഷ്ടപ്പാടാണെന്നെല്ലാം പറഞ്ഞ് അവൾ ലീയുടെ കൈ പിടിക്കും. ഇത് കാണുന്ന ലീയുടെ മനസ്സാകങ്ങ് മാറി. അവന് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി എന്തായാലും ഹീറോക്ക് ചെയ്യാനുള്ളത് ഭാര്യയെ എങ്ങനെയാലും രക്ഷിക്കാന്നുള്ളതാണ്. ഞാൻ ഭാര്യയെ രക്ഷിക്കാനായി പോകാന്ന് പറയുന്ന നേരം കൂടെ തന്നെ ലീയും പോകാന്ന് പറയും. എന്നാൽ അത് കേൾക്കുന്ന ചീഫ് അറിയും, ഇനിയിപ്പോൾ ഞാനായിട്ടില്ലാന്ന് പറഞ്ഞാലോ. അങ്ങനെ അവരെല്ലാവരും കൂടെ ലീയുടെ സങ്കേതത്തിലേക്കാണ് ചെല്ലുക. ലീ ഒരു ജൂൺ ഫാൻ ആയതുകൊണ്ട് തന്നെ ഹീറോ പണ്ട് വരച്ചിരുന്ന ചിത്രങ്ങളെല്ലാം അവന്റെ കയ്യിലുണ്ട്. ഇത് കാണുന്ന ചീഫിന് അത് അത്രക്കങ്ങ് പിടിക്കില്ല. ചീഫ് അറിയും, വലിയ ഫാന് പോലും, സുജാതയോ പ്രീതിയോ. ശരിക്കും പറഞ്ഞാൽ ലീയുടെ ഈ ഒരു സങ്കേതം ഒരു ചെറിയ ആയുധപ്പുര തന്നെയാണ്. അവിടെ ഇഷ്ടംപോലെ ആയുധങ്ങളുണ്ട്. ഇനി അതെല്ലാം വെച്ചുകൊണ്ട് ജെയ്സീനെതിരിടാനാണ് അവർ പോകുന്നത്. ഭാര്യ എങ്ങനെയാലും രക്ഷിക്കണമല്ലോ. അങ്ങനെ അവർ കാറെടുക്കാനായി പുറത്തേക്ക് ഇറങ്ങുന്ന നേരം പോലീസുകാരെല്ലാവരും കൂടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത് അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക. ലീ പറയും, നിങ്ങൾ പെട്ടെന്ന് ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടോ, അവരോട് പറയാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാന്ന്. എന്നാൽ പെട്ടെന്നാണ് ഹീറോ ലീയോട് ഒരു സോറിയും പറഞ്ഞുകൊണ്ട് അവന്റെ മോന്തക്കിട്ട് ഇടിക്കുന്നത്. അതെന്തിനാന്ന് വെച്ചാൽ ലീ ബോസിന്റെ അടുത്ത് നിന്ന് മകളെ ഇങ്ങോട്ട് തട്ടി കൊണ്ടുവന്നത് കൊണ്ട് തന്നെ ഇനി ലീ പറയുന്നൊന്നും അവർ കേൾക്കാൻ പോകുന്നില്ല. എന്നാൽ ഇങ്ങനെ ചോര തുപ്പിയിരിക്കുന്ന അവസ്ഥയിൽ ലീ അവരോട്, ജൂണിനെ ഞാൻ പിടിക്കാൻ വന്നായിരുന്നു, അവൻ എന്നെ ഇടിച്ചിട്ട് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവർക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഹീറോയും മകളും ചീഫും കൂടെ കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന നേരം മകൾ ചോദിക്കും ചീഫിനോട്, നിങ്ങൾ ആരാന്ന്? ചീഫ് പറഞ്ഞു കൊടുക്കും, ഞാനാണ് ആ നരകത്തിന്ന് വന്ന ട്രെയിനർ എന്ന്. എന്നാൽ അവൾക്ക് കാര്യം മനസ്സിലാവില്ല. എന്നാൽ അപ്പോഴാണ് ഹീറോ പറഞ്ഞു കൊടുക്കുക, ഞാൻ എൻ്റെ കോമിക്കിൽ എഴുതിയിരിക്കുന്നത് എൻ്റെ തന്നെ കഥയാന്ന്. അത് കേൾക്കുന്ന അവള് ചീഫിനിട്ട് രണ്ടെണ്ണം കൊടുക്കും. നീ എന്തിനാണോ എൻ്റെ അച്ഛനെ ഇട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചേ, ഇനി മേലെ അങ്ങനെ ചെയ്തു പോകരുത്. എന്നാൽ ഈ ഒരു സമയത്താണ് അവരൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവർ ആയുധങ്ങളുമായിട്ടാണല്ലോ കാറിലേക്ക് വന്നിരുന്നത്. എന്നാൽ ശരിക്കും അവർ ആയുധങ്ങളെല്ലാം ലീയുടെ അടുത്ത് തന്നെ വെച്ച് മറന്നുപോയി. ഇതേ സമയത്ത് പോലീസുകാരെല്ലാവരും കൂടെ ലീയെ പിടിച്ചിട്ട് അവനെ പുറത്തു വിടുന്നില്ല. അവന്റെ കയ്യിൽ വിലങ്ങ് വെച്ചു. എന്നാൽ ഈ ഒരു സമയത്ത് ബോസ് പറയും, ജൂണിനെ ഇങ്ങോട്ട് പിടിച്ചു കൊണ്ടുവരാൻ നിങ്ങളിൽ ആർക്കുണ്ട് ധൈര്യം എന്ന്. എന്നാൽ അവർക്ക് ആർക്കും ധൈര്യമൊന്നുമില്ല. എന്നാൽ അപ്പോഴാണ് പറയാ, എന്നാൽ പിന്നെ ഇവനെ തന്നെ തുറന്നു വിട്, അവനല്ലാതെ വേറൊരു രക്ഷയും നമുക്കില്ല. ഇവിടെ നമ്മുടെ ടീമാണെങ്കിൽ കാർ ഓടിച്ച് നേരെ ജെയ്സീന്റെ സങ്കേതത്തിലെത്തി. എന്നാൽ ചീഫും ഹീറോയും മാത്രമാണ് കാറിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. മകളുള്ള കാര്യം അവരൊന്നും അറിഞ്ഞിട്ടില്ല. മകളാണെ ഫോൺ എടുത്ത് ബോസിനെ വീഡിയോ കോൾ ചെയ്യും. എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതെന്നും പറഞ്ഞുകൊണ്ട് കാറിന്റെ മുന്നിലേക്ക് തന്നെ ക്യാമറ വെച്ചെടുക്കും. ഇപ്പൊ ജെയ്സീന്റെ അടുത്ത് ഹീറോക്കും ചീഫിനും എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് ബോസിന് കാണാൻ പറ്റും. ഹീറോ എൻ്റെ ഭാര്യ എവിടെയെന്ന് ചോദിക്കുന്ന നേരം ഭാര്യ അങ്ങോട്ട് കൊണ്ടുവരും. അവൾ നേരത്തെ മദ്യപിച്ചത് കൊണ്ട് തന്നെ അവൾക്ക് തീരെ ലഗാനോ ഒന്നുമില്ല. താനൊക്കെ എൻ്റെ ഭാര്യ എന്താണോ ചെയ്തതെന്ന് ചോദിച്ച് ഹീറോ അങ്ങോട്ട് ഓടാൻ നിൽക്കുമ്പോഴേക്ക് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ എല്ലാവരും കൂടെ ഹീറോയെ പെരുത്ത ഇടിയാണ്. ശരിക്കും ജെയ്സീൻ വിചാരിച്ചിരുന്നത് അവന്റെ അനിയനെ കൊന്നത് മറ്റേതോ ഒരുത്തനാണെന്നാണ്. അതുകൊണ്ടാണ് വേറെ
വേറൊരു ഏജന്റിന്റെ കണ്ണും ചൂഴ്ന്ന് അവനെ കൊന്നിട്ട് കടൽ തീരത്ത് കൊണ്ടിട്ടിരുന്നത്. എന്നാൽ ഇപ്പോഴല്ലേ മനസ്സിലായത് ഇതിന്റെ പിന്നിൽ ശരിക്കും ഹീറോയും ചീഫും ആണെന്ന്. എന്നാൽ ഹീറോക്കിട്ട് ഇടികൊള്ളുന്ന ഭാര്യയ്ക്ക് കണ്ടു നിൽക്കാനേ പറ്റില്ല. പെട്ടെന്നാണ് അവൾ ആക്ഷനിലേക്ക് ഇറങ്ങുക. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും അവൾ അടിക്കാൻ തുടങ്ങും. അവരെല്ലാവരും അവളെ ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഒരൊറ്റ ബുള്ളറ്റ് പോലും അവളെ തൊടില്ല. അവളുടെ ചാട്ടമൊക്കെ ആണെങ്കിൽ ഒരു ഒന്നൊന്നര ചാട്ടാണ്, കറങ്ങിയും തിരിഞ്ഞുമൊക്കെയുള്ള ചാട്ടം. അവസാനം അവൾ ജെയ്സീനെ വന്ന് അടിക്കാൻ തുടങ്ങും. ശരിക്കും ഇതെല്ലാം എന്താന്ന് വെച്ചാൽ അവൾ മദ്യപിച്ച് ലക്ക് കെട്ടത് കൊണ്ട് തന്നെ അവൾ എന്തൊക്കെയോ സ്വപ്നങ്ങൾ കാണുകയാണ്, മായകൾ കാണുകയാണ്. നിങ്ങളൊക്കെ എൻ്റെ ഭാര്യയ്ക്ക് എന്താടോ കൊടുത്തതെന്ന് ചോദിച്ച് ഹീറോ ഭാര്യയുടെ അടുത്തേക്ക് ഓടി ചെല്ലുന്ന നേരം ജെയ്സി പറയും, ഇപ്പോഴല്ലേ എല്ലാത്തിനെയും തീർക്കാനുള്ള സമയമായത്. ഹീറോ പറയും, നീ എല്ലാവരെയും തീർത്തോ, പക്ഷെ എൻ്റെ ഭാര്യയെ മാത്രം തീർക്കല്ലേ. അത് കേൾക്കുന്ന ചീഫ് പറയും, ജെയ്സീൻ ശരിക്കും നീയാണ് തീരേണ്ടത്, നീയാണ് ഇമാതിരി ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത്, നിന്നെയല്ല ഞങ്ങൾ എല്ലാവരും കൊല്ലണ്ടേ. എന്നാൽ അത് പറഞ്ഞു തീർക്കുന്നതിന് മുന്നേ അങ്ങേർക്കുള്ള ബിസ്ക്കറ്റ് കിട്ടി. ഇത് കാണുന്ന ഹീറോ പറയും, എന്തായാലും നീ പറഞ്ഞ കാര്യം ഞാൻ ചെയ്തില്ലേ, ഇപ്പൊ ഞാൻ എൻ്റെ വാക്ക് പാലിച്ചു, നീ നിന്റെ വാക്ക് പാലിക്ക്. എന്നാൽ ആ പ്രാന്തൻ എന്താണ് ചെയ്യാൻ പോണേന്ന് വെച്ചാൽ ചീഫ് എങ്ങനെയാണോ അങ്ങേരുടെ അനിയനെ കൊന്നത് അതുപോലെ തന്നെ ചീഫിനെ കൊല്ലാനായി പോവാണ്. ആ മെഷീൻ ഹീറോയോട് ഓൺ ചെയ്യാനായി പറയുന്ന നേരം ഹീറോ അത് ചെയ്യില്ല. അതിന്റെ ദേഷ്യത്തിൽ അങ്ങേര് ഭാര്യയെ കൊല്ലുമെന്നെല്ലാം ഭീഷണിപ്പെടുത്തുന്ന നേരം ഹീറോ വേറൊരു വഴിയില്ലാതെ ആ മെഷീൻ ഓൺ ചെയ്യും. എന്നാൽ ക്യാമറയിൽ കൂടെ ഇതെല്ലാം കാണുന്ന ബോസ് വിചാരിക്കുക ഹീറോ അവരുടെ കൂടെ കൂടിയിട്ട് ഇപ്പൊ ചീഫിനെ കൊല്ലാനായിട്ട് പോവുകയാണെന്നാണ്. ഇവിടെ ചീഫ് വേദനയിൽ വിളിച്ചു പറയും, ഇങ്ങനെയൊന്നും അല്ല ഞാൻ നിന്റെ അനിയനെ കൊന്നത്, ഈ പ്രാന്തൻ ആ കോമിക്കിലൊന്ന് പൊലിപ്പിച്ചെഴുതാനായി എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്, ഇങ്ങനെയൊന്നും അല്ല കൊന്നേ. എന്നാൽ ജെയ്സീനോട് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ജെയ്സീൻ ഇങ്ങനെ തന്നെയാണ് കൊല്ലാൻ പോകുന്നത്, ഇതെല്ലാം കണ്ട് അവന് വിഷമാകും. എൻ്റെ അനിയൻ ഇങ്ങനെ ആയിരുന്നല്ലേ മരിച്ചതെന്നെല്ലാം പറയും. അടുത്തായിട്ട് അങ്ങേര് തീ തുപ്പുന്ന ഒരു ഗണ്ണാണ് കൊണ്ടുവരിക. അത് ഹീറോയുടെ മേലേക്ക് തുപ്പുന്ന നേരം ഹീറോ പെട്ടെന്ന് തന്നെ മാറിക്കളയും. ഇനി ഇങ്ങനെയാണ് ഞാൻ എല്ലാവരെയും കൊല്ലാൻ പോണേന്ന് അങ്ങേര് പറയുന്ന നേരം ഹീറോക്ക് വേറെ വഴിയൊന്നുമില്ല, അതിനെല്ലാം ഇരയായി കൊടുത്തേ പറ്റൂ. എന്നാൽ പെട്ടെന്നാണ് പോലീസുകാർ ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത് ചുമരും പൊളിച്ചോണ്ട് അങ്ങോട്ട് കാറി വരുന്നത്. പിന്നെ അവിടെ വമ്പൻ സംഘടനയാണ്. സ്പെഷ്യൽ ഫോഴ്സ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒളിച്ചു നിന്ന് ഷൂട്ട് ചെയ്യുന്നോണ്ട് തന്നെ വില്ലന്മാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. റൂഫിൽ വരെ സ്പെഷ്യൽ ഫോഴ്സ് നിന്ന് ഗൺ എയിം ചെയ്ത് നിൽക്കുന്ന കാണുന്ന നേരം വേറെ ഒരു വഴിയുമില്ലാതെ ജെയ്സീൻ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി വരും. അങ്ങനെ ഈ ഒരു സമയത്താണ് ചീഫ് എങ്ങനെയൊക്കെയോ രക്ഷപ്പെടുന്നത്. എന്നാൽ ഈ ഒരു സമയം ഹീറോയും മെല്ലെ പുറത്തേക്ക് ഇറങ്ങി വരും. ഞാൻ ഒന്നും ചെയ്തില്ല, ഞാൻ ഒരു ഏജന്റുമാരെയും കൊന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങി വരിക. പിന്നെ നീ എന്തിനാടോ ചീഫിനെ തട്ടിക്കൊണ്ടുപോയെന്ന് ബോസ് ചോദിക്കുന്ന നേരം ഹീറോ പറയും, ഈ ജെയ്സീൻ എന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയി, അവന്റെ കയ്യിൽ നിന്ന് എന്റെ ഭാര്യയെ കിട്ടണേ, ഇങ്ങനെ കൊണ്ടു ചെന്ന് കൊടുക്കണമെന്നാണ് പറഞ്ഞ്, വേറൊരു വഴിയില്ലാതെയാണ് ഞാൻ അങ്ങനെ ചെയ്തേ. എന്നാൽ ജെയ്സി പറയും, നീ എന്തൊക്കെയാടാ പറയുന്നത്, നീ പറഞ്ഞിട്ടല്ലേ ഞാൻ ചീഫിനെ ഇങ്ങനെയെല്ലാം കൊല്ലാൻ പോകുന്നത്. അങ്ങേര് പെട്ടെന്ന് തന്നെ അടവ് മാറ്റി പിടിച്ചു. എന്നാൽ അപ്പോഴാണ് ചീഫ് അറിയാം ജൂൺ ഇതിനൊന്നും ഉത്തരവാദിയല്ല, ജെയ്സീനാണ് ജൂണിനെ കൊല്ലാനായി ശ്രമിക്കുന്നത്, അവർ ടീമാണെങ്കിൽ അവൻ അങ്ങനെ ചെയ്യോ. എന്നാലും ബോസിന് വിശ്വാസമല്ല. പെട്ടെന്ന് തന്നെ ഹീറോയെ പിടിച്ചു കൊണ്ടുവരാൻ സ്പെഷ്യൽ ഫോഴ്സിനോട് പറയും. അവരങ്ങനെ ഹീറോയുടെ അടുത്തേക്ക് ചെല്ലുന്ന നേരം ഹീറോ അവരെ രണ്ടുപേരെയും ഇടിച്ചുകൊണ്ട് കുറച്ച് പിന്നിലേക്ക് മാറി നിൽക്കും. എന്നാൽ പിന്നെ ഷൂട്ട് ചെയ്യടാന്ന് പറയുമ്പോഴേക്ക് ലീയും ഭാര്യയും കൂടെ ഹീറോയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് ഷൂട്ട് ചെയ്യല്ലേ എന്ന് പറയും. തൊട്ടു പിന്നാലെ തന്നെ മകളും ഓടി വന്ന് എൻ്റെ അച്ഛനൊന്നും ചെയ്യല്ലേ, എൻ്റെ അച്ഛനൊരു പാവാണെന്ന് വന്ന് പറഞ്ഞ് ഹീറോയെ കെട്ടിപ്പിടിക്കും. എന്നാൽ ബോസ് വീണ്ടും ഷൂട്ട് ചെയ്യാൻ ഓർഡർ കൊടുക്കുന്ന നേരം പെട്ടെന്ന് തന്നെ ഷൂട്ട് ചെയ്തു. ആ ബുള്ളറ്റ് ഹീറോയുടെ മേലെ കീറുന്നതിന്റെ തൊട്ടു മുന്നായി ലീ മുന്നിലേക്ക് ചാടി വീഴും. അവന്റെ മേലേക്ക് ആ ബുള്ളറ്റ് തറച്ചിറങ്ങുന്ന ഹീറോക്ക് കണ്ടു നിൽക്കാനേ പറ്റില്ല. പെട്ടെന്ന് തന്നെ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണെടുത്ത് ഹീറോ ആ സ്നൈപ്പേഴ്സിനെ എല്ലാം ഷൂട്ട് ചെയ്ത് താഴെയിടും. എന്നാൽ പെട്ടെന്നാണ് ബോസിനടുത്ത് നിൽക്കുന്ന ഒരു സ്പെഷ്യൽ ഫോഴ്സ് ഏജന്റിന് എവിടെ നിന്നോ ഒരു ഷോട്ട് കൊള്ളുന്നത്. ഇതെവിടെന്നാ നോക്കുന്ന നേരം ജെയ്സിന്റെ വലം കൈയാണ് റൂഫിന്റെ മേലെ കയറി നിന്ന് സ്നൈപ്പർ കൊണ്ട് എല്ലാവരെയും ഷൂട്ട് ചെയ്യുന്നത്. ഇത് കാണുന്ന ജെയ്സിൻ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി വന്ന് അവന്റെ കയ്യിലെ വിലങ്ങ് കാണിച്ചു കൊടുക്കും. അവനാണെങ്കിൽ വലം കൈയാണെങ്കിൽ കറക്റ്റ് ആ വിലങ്ങിന് തന്നെ ഷൂട്ട് ചെയ്ത് പൊട്ടിച്ചു കൊടുക്കുകയും ചെയ്യും. എന്നാൽ ആ ഗ്യാപ്പിൽ ഹീറോ പെട്ടെന്ന് തന്നെ ഗണ്ണെടുത്ത് അവനെ ഷൂട്ട് ചെയ്യാൻ നിൽക്കുമ്പോഴേക്ക് ജെയ്സിൻ പടപടാന്ന് ഹീറോയുടെ മേലേക്ക് ഷൂട്ട് ചെയ്ത് ഹീറോയെ താഴെയിടും. സത്യം പറഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന കൺട്രോൾ മുഴുവനും ഇപ്പോൾ ആ പ്രാന്തൻ ജെയ്സീനിന്റെ ഭാഗത്താണ് കിട്ടിയിരിക്കുന്നത്. ഇനി അവന്റെ ഭരണമാണ് അവിടെ. അവൻ എല്ലാത്തിനെയും മുട്ടിലിരുത്തിയിട്ട് ബോസിനോട് പറയും, ജൂണിനെ ചാരനാക്കിയതും നിങ്ങൾ തന്നെ, അവനെ കൊന്നതും നിങ്ങൾ തന്നെ, നീയൊക്കെ എന്തൊരു മണ്ടനാടോ. ഇത് കേൾക്കുന്ന ലീ ബോസിനോട് പറയും, എടാ മൂരാച്ചി, ഞാൻ നിന്നോട് എത്ര പറഞ്ഞു ജൂൺ കുറ്റക്കാരനല്ലാന്ന്, എന്നിട്ട് നിനക്ക് മനസ്സിലായോ. എന്നാൽ ബോസിനോട് ലീ മോശമായിട്ട് പെരുമാറിയതിന് ചീഫാണ് ബോസിനോട് സോറി പറയാ. എന്നാൽ ബോസ് പറയും, ഇനി നാളെ നീ 100 തവണ മാപ്പ് എഴുതിയിട്ട് ജോലിക്ക് കയറിയാൽ മതി. നാളെ ഇപ്പോൾ ജോലിക്ക് പോകാൻ പറ്റുമെന്ന് പോലും അറിയില്ല. അന്നേരമാണ് അങ്ങേര് ഇങ്ങനെയെല്ലാം സംസാരിക്കുന്നത്. എന്നാൽ മാപ്പ് എഴുതിയിട്ട് ജോലിക്ക് കയറിയാൽ മതി എന്ന് പറഞ്ഞത് ചീഫിന് തീരെ ഇഷ്ടമാവില്ല. ഡാ നിന്റെ മോന്തൊക്കെ നോക്കി 2 എണ്ണം പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, നിന്നോടുള്ള ബഹുമാനം കൊണ്ടാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്. ഇതെല്ലാം കാണുന്ന ജെയ്സീന് പെരുത്ത് ഇഷ്ടമായി. അപ്പോഴാണ് ബോസ് എഴുന്നേറ്റ് അവനോട് പറയാ, നീ എന്നോട് കളിക്കാൻ നിൽക്കല്ലേ, എന്നോട് കളിച്ചാൽ നീ രാജ്യത്തോട് കളിക്കുന്ന പോലെയാണ്. പെട്ടെന്ന് അങ്ങേർക്കിട്ട് ഒരു ഒറ്റ ഇടി കൊടുത്ത് പറയും, കുറേ കിട്ടൊരു ഇടി ഇടിക്കണമെന്ന് എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു, അതെന്തായാലും ഇപ്പം നടന്നു. എന്നിട്ട് അങ്ങേര് ഭാര്യയെ കൊല്ലാനായി അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നേരം പെട്ടെന്നാണ് ഹീറോ ഞാനും കൂടി ഉണ്ടടാന്നും പറഞ്ഞ് എഴുന്നേറ്റ് വന്ന് ഗണ്ണെടുത്ത് ആ ഫയർ തുപ്പുന്ന ഗണ്ണിന്റെ സിലിണ്ടറിനെ നോക്കി ഒരൊറ്റ ഷോട്ട് കൊടുക്കുന്നത്. അതാണെങ്കിൽ ഒരൊറ്റ പൊട്ടിത്തെറി. ഹീറോ ബുള്ളറ്റ് വെസ്റ്റ് ഇട്ടത് കൊണ്ട് തന്നെ അവന് ഷൂട്ട് ചെയ്താൽ കൂടുതലൊന്നും പറ്റില്ല എന്ന് ജെയ്സീൻ അറിയാം. എന്നാലും അവന്റെ ബോധം പോകുന്നുള്ള ഉറപ്പുകൊണ്ടാണ് അവനിങ്ങനെ ഷൂട്ട് ചെയ്തിരുന്നത്.
പക്ഷേ സത്യം പറഞ്ഞ ഹീറോ 2 ബുള്ളറ്റ് വെസ്റ്റ് ഇട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ബോധം പോയ പോലെ അഭിനയിച്ചായിരുന്നു. ഇവിടെ പൊരിഞ്ഞ അടിയുടെ ഇടയിൽ ഹീറോ പെട്ടെന്ന് തന്നെ കുടുംബത്തെ മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുവന്ന് ഭാര്യയോട് പറയും, ഇനി ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരുമെന്ന് എനിക്ക് ഉറപ്പില്ല. വന്നില്ലെങ്കിൽ നീ മകളെ പൊന്നുപോലെ നോക്കണമെന്നും പറഞ്ഞ് അവൾക്ക് ബുള്ളറ്റ് വെസ്റ്റ് ഇട്ടുകൊടുത്ത് ഒരു കിസ്സും കൊടുക്കും. ചീഫാണെങ്കിൽ ഈ അടിപിടിയുടെ ഇടയിൽ ഇതെല്ലാം കാണുന്ന നേരം എങ്ങനെയാ കാണാമെന്ന് വിചാരിച്ച് കുറച്ചൊക്കെ എങ്ങനെയൊക്കെ ഒന്ന് കാണും. ജൂണാണെങ്കിൽ മകൾക്കൊരു പാട്ടും വെച്ച് കൊടുത്ത് ചീഫിനോട് കുടുംബത്തെ നോക്കാനും പറഞ്ഞ് നേരെ കളത്തിലേക്ക് ഇറങ്ങും. പിന്നെ അവിടെ പൊരിഞ്ഞ സംഘടനാണ്. ഗണ്ണിലെ ബുള്ളറ്റ് കഴിയുന്നേരം പിന്നെ എല്ലാത്തിനെയും വലിച്ചിട്ട് അടി തുടങ്ങും. അങ്ങനെ അടിച്ചടിച്ച് മുന്നിലേക്ക് പോകുന്നേരം ജെയ്സീൻ്റെ ഒരു കാര്യം മനസ്സിലായി, അവരെന്തായാലും എൻ്റെ അടുത്ത് എത്തുമെന്ന്. പെട്ടെന്ന് തന്നെ അങ്ങേരുടെ തട്ടകത്തിലേക്ക് വലിഞ്ഞു കയറും. മേലെ കയറി ചെല്ലും. ഹീറോ ആണെങ്കിൽ ഇടിച്ചിടിച്ച് അവസാനം ആ തട്ടകത്തിലേക്കാണ് കയറി ചെല്ലുക. അതിന്റെ മേലെ വലിഞ്ഞു കയറി അകത്തേക്ക് ചെല്ലുമ്പോഴേക്ക് ആ പ്രാന്തനാണെങ്കിൽ ഒരു ഡബിൾ ബാരൽ ഗണ്ണുമായിട്ട് കാത്തിരിക്കുക. അവൻ ഷോട്ട് ചെയ്യും. എന്നാൽ ഹീറോ ഒഴിഞ്ഞു മാറും. കിട്ടുന്ന ഗ്യാപ്പിൽ ചാടി വീണ ഗണ്ണ് തട്ടിപ്പറിച്ച് അങ്ങേര് ഇടിക്കെങ്കിലും അങ്ങേര് താഴെ നിന്നൊരു കത്തിയെടുത്ത് വീശും. അന്നേരാണ് ജൂണ് തന്റെ ബെൽറ്റും എല്ലാം അങ്ങനെ ഊരുന്നത്. അത് കാണുന്ന ജെയ്സിയും വിചാരിക്കാം ഇവരിതെന്ത് തേങ്ങയാ ചെയ്യാൻ പോകുന്നത്. എന്നാൽ ഹീറോ അത് കയ്യിൽ ചുറ്റി അവന്റെ കത്തി കൊണ്ടുള്ള വീശൽ മുഴുവനും ആ ബെൽറ്റിലേക്കാണ് വാങ്ങുന്നത്. അവസാനം ആ കത്തിയും പൊട്ടിച്ച് അങ്ങനെ ഇടിച്ചിടിച്ചിടിച്ചിടിച്ച് അവസാനം അങ്ങനെയും ഇടിച്ചോണ്ട് ചില്ലും പൊളിച്ച് താഴേക്ക് ഒരൊറ്റ വീഴ്ചയാണ്. താഴെ വെച്ചിരുന്ന കാറിനിട്ട് ഒരൊറ്റ ഇടിയിടിച്ച് വീഴുന്നേരം അതോടുകൂടെ ജെയ്സിൻ മരിച്ചു. സത്യം പറഞ്ഞാൽ ഹീറോക്ക് പണ്ട് കിട്ടിയിരുന്ന മിഷൻ ഹീറോ ഇപ്പൊ അവസാനിപ്പിച്ചു. ഇതെല്ലാം കാണുന്നേരം അവർക്ക് എല്ലാവർക്കും സന്തോഷമായി, എല്ലാവരും ഹാപ്പിയായി. പിന്നെ നമ്മൾ കാണുന്നത് ദിവസങ്ങൾക്ക് ശേഷം ഹീറോ മറ്റൊരു വീട്ടില് കുടുംബമായിട്ട് താമസിക്കുന്നതാണ്. കൂടെ തന്നെ ഇഷ്ടപരിപാടി കോമിക്ക് വരാം. അത് ഇതുവരെ നിർത്തിയിട്ടുമില്ല, അതങ്ങനെ വരച്ചോണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ലീവ് എന്ന് പറയാ, നമ്മുടെ നെറ്റ്വർക്കിലേക്ക് ഒരു റഷ്യൻ പട തന്നെ കയറിയിട്ടുണ്ട്, അവർ എങ്ങനെയും നമുക്ക് ഒതുക്കിയേ പറ്റൂ. അതിന് ടീമിന്റെ കൂടെ നിങ്ങളും ഉണ്ടാവില്ല എന്ന് ചോദിക്കുന്ന നേരം ഹീറോ പറയും, ഞാനൊന്നുമില്ല, എനിക്ക് ഇതൊക്കെ വരയ്ക്കണം. ലീ പറയും, നിങ്ങളെയൊക്കെ രക്ഷിച്ച് എന്നെ വേണം പറയാൻ. 2 ബുള്ളറ്റ് വെസ്റ്റ് ഇട്ടിരിക്കുന്നവനെ രക്ഷിക്കാനായി ഒരു ബുള്ളറ്റ് വെസ്റ്റ് ഇടാത്ത ഞാനാണ് മുന്നിലേക്ക് ചാടിയേ. എനിക്ക് എന്തിന്റെ കേടായിരുന്നു. നിങ്ങൾ ഈ കോമിക്കും വരച്ച് വരച്ച് നിങ്ങൾ എന്ത് ചെയ്യാനാ? കുറെ കാലം കഴിഞ്ഞാൽ ഇതും അവസാനിക്കും. ഈ $500 വെച്ച് നിങ്ങൾ എങ്ങനെ ജീവിക്കാനാ മാസാമാസം? ഭാര്യയുടെ ചെലവിൽ ജീവിക്കുന്നതിന് നിങ്ങൾക്കൊരു എളുപ്പം തോന്നുന്നില്ലേ? അപ്പോഴാണ് മകൾ അങ്ങോട്ട് വന്ന് പറയാ, എൻ്റെ അച്ഛൻ കോമിക്ക് വരച്ച് വരച്ച് ഭാവിയിൽ ഹിറ്റാവും, അതെനിക്ക് ഉറപ്പാണ്. അതെങ്ങനെ കൊച്ചെ നിനക്കറിയാൻ ചോദിക്കുന്ന നേരം അവള് പറയും, ഞാൻ ടൈം മെഷീനിൽ പോയി കണ്ടു, എന്നിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരുന്നത്. അപ്പോഴേക്ക് ഭാര്യയും വന്ന് പറയും, എൻ്റെ കെട്ടിയവന് നിങ്ങൾ ഇങ്ങനൊന്നും പറയല്ലേ, അങ്ങേര് എന്തായാലും നല്ലൊരു കാർട്ടൂണിസ്റ്റായി മാറും. ഇത് കേൾക്കുന്ന ഹീറോ, ഇപ്പൊ കണ്ടില്ലടാ എന്നെ സപ്പോർട്ട് ചെയ്യാൻ 2 പേരുണ്ട്. അങ്ങനെ സന്തോഷത്തിൽ അവരെയും കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഹീറോയെ കാണിച്ചുകൊണ്ട് ഹിറ്റ്മാൻ ഏജന്റ് ജൂൺ എന്ന സിനിമ അവസാനിക്കുന്നു. സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത്. സിനിമയുടെ ലോജിക്കിന്റെ പിന്നാലെ പോയാൽ നമുക്ക് ഇഷ്ടം പോലെ പ്രശ്നങ്ങൾ കണ്ടെത്താൻ പറ്റും. പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ ഈ സിനിമ കണ്ടാൽ നമുക്ക് നല്ല രസമായിട്ട് ഈ സിനിമ ആസ്വദിക്കാൻ പറ്റും. എന്തായാലും നമ്മൾ ഇന്ന് കണ്ട സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ ഒന്ന് നിങ്ങൾ കമന്റ് ചെയ്യണേ. എനിക്ക് എന്തായാലും സിനിമ ഇഷ്ടമായി. നിങ്ങൾക്ക് സിനിമ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. എന്നാൽ പിന്നെ ഇതുപോലെ നല്ലൊരു സിനിമയായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ. ഫിലിം ക്രോണിക്കിൾ.